Good Okay. morning, sir. Yes, good morning. Good morning, sir. Okay. Good morning, sir. ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അതായത് സ്കൈലർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഇറ്റ്സ് മീ റിയൽമി എന്ന് പറയുന്ന സെഷൻ ആരംഭിക്കുകയാണ്. എന്താണ് ഇറ്റ്സ് മീ റിയൽമി? Morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ റിയൽമി എന്നുള്ളത് പലർക്കും അറിയാം. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇറ്റ്സ് മീ റിയൽമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ ഹീലിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാറ്റ്ഫോമിലൂടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു മെയിൻ പ്രോഗ്രാമാണ്. ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, അല്ലേ? സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാം ഉണ്ട്, അതേപോലെ തന്നെ ട്രോമ ഹീലിംഗ് പ്രോഗ്രാം ഉണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ പ്രോഗ്രാംസുകളുണ്ട്. എന്നാൽ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ട്രോമ ഹീലിംഗ് പ്രോഗ്രാം. അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുടെ ഹീലിംഗ് ജേണി ഉണ്ട്. ഈ ഹീലിംഗ് ജേണി അവർ എങ്ങനെയാണ് കടന്നു പോയിട്ടുള്ളത്, എന്താണ് അവർ പഠിച്ചിട്ടുള്ളത്, ആ സ്റ്റുഡൻസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള അവസരമാണ്. സോ ഇന്ന് അങ്ങനെ നമ്മളുടെ ഹീലിംഗ് പ്രോഗ്രാമിൽ വന്നിട്ട് ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കിയിട്ടുള്ള, വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. സോ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് പഠിക്കാൻ ശ്രമിക്കാം. സോ ആ വ്യക്തിയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു സംഗതിയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. നമുക്ക് റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. സോ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് നജിയ ഷിയാസ് ആണ്. സോ അവര് നമ്മുടെ 11th ബാച്ചിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്, നജിയ ഷിയാസ്. ആർ യു ദേർ നജിയ? പ്ലീസ് ബി ഹിയർ. Yes. Yes. Okay, നജിയ, can you please be here in okay video? Okay, thank you. All right. ഹായ് നജിയ. ഹായ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. സുഖം തന്നെ. സുഖമായിട്ട് പോകുന്നു. നാട്ടിലെവിടെയാണ്? ഞാന് ആലുവയിലാണ്. ആലുവയിലാണ്. എൻ്റെ വീട് കാലിക്കറ്റ് ആണ്. കല്യാണം ഓക്കെ. കാലിക്കറ്റ് എവിടെയാ? കൊടുവള്ളി എന്ന് പറയും. കൊടുവള്ളി കേട്ടിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ള നാടാണ് കൊടുവള്ളി. ഓക്കെ. അപ്പൊ കൊടുവള്ളിയിൽ നിന്നാണ്. കൊടുവള്ളിയിൽ നിന്ന് ഒരുപാട് സംരംഭകരുണ്ട്. എനിവേ, സന്തോഷം. നിങ്ങള് പിന്നീട് ആലുവയിലേക്കാണ് കല്യാണം കഴിഞ്ഞ് പോയത്, അല്ലെ? അവിടെയാണ് ഇപ്പൊ Yes. അല്ലെ? അതെ, ആലുവയിലാണ്. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ഓക്കെ, അല്ലെ, പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത് എന്നുള്ളതിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു സ്റ്റോറി ഉണ്ടാവും. അതായത് നിങ്ങൾ ചില ചലഞ്ചസിലൂടെയും പെയിനിലൂടെയും ബുദ്ധിമുട്ടിലൂടെ ഒക്കെ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവും, അല്ലെ? Yes, സോ yes. ആ ഒരു എന്താ പറയുക, പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപുള്ള നാളുകളിലെ സിറ്റുവേഷൻസ് എന്തായിരുന്നു? പിന്നെ എങ്ങനെയാണ് പ്രോഗ്രാമിലേക്ക് എത്തിയത്? ഒന്ന് പറയാം, ആ സ്റ്റോറി ഒന്ന് പറയാം. ഞാന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഗ്രാജുവലി ആണ് വന്നു തുടങ്ങിയത്. എൻ്റെ കുറെ ഹെൽത്ത് ആൻസൈറ്റി ആയിട്ടാണ് എനിക്കത് വന്നത്. ഓക്കെ. ലൈക്ക് നമ്മൾ എപ്പോഴും എനിക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് വല്ലാണ്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് ടെൻഷനാവും. ഓക്കെ. അപ്പോ അതിങ്ങനെ വല്ലാണ്ട് ഏത് നിമിഷവും എനിക്കിങ്ങനെ അതിങ്ങനെ എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനത്തെ കുറെ നെഗറ്റീവ് തോട്ട്സ് കേട്ടോ. ഹെൽത്ത് ഇഷ്യൂസ് മാത്രമല്ല, അല്ലാതെ. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നു. ഞാനപ്പോ കുറെ ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ എൻ്റെ ഉമ്മ ഓൾറെഡി EFT ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ എന്ത് കാര്യവും ഞാനിങ്ങനെ എന്നെ ആള് നോട്ട് ചെയ്യുമ്പോ ഞാൻ കുറെ നെഗറ്റീവ് ആവുന്നുണ്ട് പല കാര്യങ്ങളിലും, കുറെ ഡിപ്രസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ ആള് നോട്ട് ചെയ്തപ്പോ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു EFT ഉണ്ട്, നീ അത് ചെയ്യ്. ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല മാറ്റമുണ്ട്, നീയും ചെയ്യും. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനത് അത്ര കാര്യമാക്കിയില്ല, മൈൻഡ് ചെയ്തില്ല എന്ന് തന്നെ പറയാം. ഞാനതിങ്ങനെ വിട്ടു. അപ്പൊ ഉമ്മ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സസിൽ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വന്നൊന്ന് നോക്കും. എന്നിട്ട് ഞാൻ പറയും, ഇതെനിക്ക് നടക്കൂല, ഇതൊന്നും അല്ല എന്റെ പ്രശ്നം, ഇതൊന്നും ശരിയാവില്ല പറഞ്ഞിട്ട് അങ്ങനെ പോകും. പിന്നെ എനിക്ക് കൂടി വന്നപ്പോ പിന്നെയും എന്നോട് ഇങ്ങനെ ഇതിലേക്ക് വാ, നീ ഒന്ന് ചെയ്ത് നോക്ക്, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. ഒരു ദിവസം വല്ലാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയപ്പോ ഞാൻ ഓർത്തു എന്തായാലും ഒന്ന് നോക്കാം. അപ്പോ ഈ സ്കൈലറിലുള്ള ഒരു ജസീല ഉണ്ട്. അപ്പൊ ആളെപ്പോഴും എന്നോട് ഇങ്ങനെ എനിക്ക് നല്ല നല്ല ഒരു സപ്പോർട്ടൊക്കെ തരുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു നിമിഷം ഞാൻ പറഞ്ഞു, എനിക്ക് തീരെ പറ്റുന്നില്ല, എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. അങ്ങനെയാണ് ആദ്യമായിട്ടൊരു 1 മണിക്കൂറത്തെ ഒരു സെഷൻ
ശരത് സാറായിട്ട് എനിക്ക് അറേഞ്ച് ചെയ്തിരുന്നത്. ഓക്കെ. അവിടെയാണ് എനിക്ക് അപ്പോൾ ആ ഒരു മണിക്കൂറിൽ പല കാര്യങ്ങളും എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ ഇമോഷണലായി. അങ്ങനെ ഒരു മണിക്കൂർ. പക്ഷെ ആ ഒരു മണിക്കൂർ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശരത് സാറും എന്നോട് പല ഇതും എനിക്ക് പറഞ്ഞു തന്നു. അതിലെനിക്ക് തോന്നി എന്തായാലും ഞാൻ ഇതൊന്ന് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 1 വീക്കും കൂടെ ഉണ്ട് നമ്മുടെ ഈ ഒരു ഇത് തുടങ്ങാൻ, ഈ ബാച്ച് ഇല്ലേ, 11th ബാച്ച് തുടങ്ങാൻ. അപ്പോ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു, കയറി. അപ്പം സത്യം പറഞ്ഞാൽ ഷാഫി സാറെ ക്ലാസ്, ഫസ്റ്റത്തെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തതോടുകൂടി സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ലൈക്ക് നമ്മളെ ചിന്തകളാണ്. ആദ്യം തന്നെ നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ സാർ പറയുന്നത്, നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വരരുത്, നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ. ഇതൊരു എന്താ പറയാ, ഒരു കണ്ടീഷൻസിൽ നിന്ന് പോവരുത്, എന്താ പറയാ, നിങ്ങളൊരു സീക്കറായിട്ട് വേണം വരാൻ എന്നൊക്കെ പറഞ്ഞ് സാറ് ഫസ്റ്റ് ആ ക്ലാസ്സിൽ എന്താ ഇത് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല, എന്താണ് EFT ഇതൊന്നും അറിയില്ല. പക്ഷെ ആ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ സാർ എനിക്ക് എന്താ പറയാ, ഒരുപാട് നമ്മുടെ ചിന്തകളാണ് നമ്മളാക്കുന്നത്, നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നമ്മൾ അങ്ങനെ പോവും എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നതോടുകൂടി തന്നെ മൈൻഡ് അപ്പം തന്നെ കുറെ കാമായി. പിന്നെ വന്ന ഓരോ ക്ലാസ്സിലും, പിന്നെ ചില ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവില്ല, പ്രാക്ടീസ് ആയിരിക്കും, പക്ഷെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യലായി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു 11-12 ക്ലാസ്സോട് കൂടി അതോടുകൂടി തന്നെ മെന്റലി ഞാൻ വളരെ റിലാക്സ്ഡ് ആയി എന്ന് പറയാം. അപ്പോഴും ഞാൻ വിചാരിക്കുന്നു, എന്താ പറയുക, കംപ്ലീറ്റ്. പ്ലീസ് നിങ്ങൾ രഞ്ജിത്ത്, ഇവിടെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ, കുഴപ്പമില്ല. അപ്പൊ എന്റെ ഹെൽത്ത് ആൻസൈറ്റി മാറൂ എന്നൊക്കെയുള്ള ഇതായിരുന്നു എനിക്ക്. പക്ഷെ എന്താ പറയാ, ഇത് ഒരു മിറാക്കിളാണ്. ലൈക്ക് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നു എന്നുള്ളതാണ്. എനിക്ക് പല പേടികളും പല ഇതും ഉണ്ടായിരുന്നു, പക്ഷെ ഓരോന്നായിട്ട് ഇങ്ങനെ എനിക്ക് മാറി മാറി ഞാൻ തന്നെ കുറച്ച് കഴിഞ്ഞാണ് എനിക്ക് ഈ മാറ്റം ഉണ്ടല്ലോ, അതിന് ഞാൻ മാറിയല്ലോ എന്നുള്ളത്. ഓക്കെ. സോ ആക്ച്വലി നിങ്ങൾ നിലവിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതല്ല ജസ്റ്റ് ഹോം മേക്കറായിട്ട് വർക്ക് ചെയ്യാണോ? ഹോം മേക്കർ. ഓക്കെ. സോ നിങ്ങളുടെ ഈ പറഞ്ഞൊരു ഇഷ്യൂ, ഇതൊരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർ തിങ്കിങ് രൂപത്തിലായിരുന്നു അല്ലേ? ഓവർ തിങ്കിങ് ആണ്. പിന്നെ എല്ലാം ഞാൻ നെഗറ്റീവ് ആയിട്ടായിരുന്നു ചിന്തിക്കുക. നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നത് മാത്രമല്ല, ഓവർ തിങ്കിങ്ങിലേക്ക് പോകും. അത് പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് അങ്ങനെ പോയിട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു ഈ ഹെൽത്ത് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ വരുന്ന ചിന്തകൾ? ഏത് തരത്തിലുള്ള ചിന്തകളൊക്കെ ആയിരുന്നു ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്? അസുഖം വരുമോ, അല്ലെങ്കിൽ ഞാൻ മരിക്കോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നോ? അതെ, ആ ചിന്തകളിലേക്ക് വരെ എത്തി എന്നുള്ളതാണ്. കാരണം ചെറിയ രീതിയിലായിരുന്നു ആദ്യം. എന്തെങ്കിലും ഹെൽത്ത് വൈസ് എന്തെങ്കിലും വന്നാൽ ഞാൻ വല്ലാണ്ട് പാനിക്കാവും. പിന്നെ എനിക്കിങ്ങനെ പാൽപിറ്റേഷൻസ് വരും, രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ എണീറ്റിരിക്കുക. അങ്ങനെയുള്ള എന്താ പറയാ, നമ്മളെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വന്നത്, ആ ഒരു സിറ്റുവേഷനിൽ. ഇപ്പോ എന്താ പറയാ, ആ എല്ലാ സംഗതികളിൽ നിന്നും, ആ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കംപ്ലീറ്റ്ലി ഞാൻ റിക്കവേർഡ് ആണിപ്പോ. പിന്നെ നമുക്കെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ട് വന്നാൽ തന്നെ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു തരത്തിലേക്ക് നിങ്ങൾ എത്തി. ഓക്കെ. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇനി അടുത്തത്, ഈ ഒരു നിങ്ങളുടെ ഡെയിലി ലൈഫിനെ അത് എത്രത്തോളം ബാധിച്ചു? ഫോർ എക്സാമ്പിൾ നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുന്ന സംഗതികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ്, ഇതിനെയൊക്കെ നിങ്ങളുടെ പാർട്ണർ എത്രത്തോളം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ നമ്മളെ മക്കള് അല്ലെങ്കിൽ പാർട്ണർ, ഇവരൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും നമ്മളുടെ ഇങ്ങനെ ഒരു സംഗതിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവർക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കും അല്ലെ? അവരെന്താ വെച്ചാൽ അവർക്കാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നില്ല. നമുക്ക് അവരോട് സ്നേഹമുണ്ട്, അവർക്ക് നമ്മളോട് സ്നേഹമുണ്ട്, പക്ഷേ വി കനോട്ട് ഹെൽപ്പ്.
അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയാതെ ഒരു വല്ലാത്ത സ്ട്രഗ്ലിങ് ചെയ്യും. അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടായിരുന്നു മക്കളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിലേക്ക് എത്രത്തോളം മാറ്റം ഉണ്ടാക്കി? വളരെ നന്നായിട്ട് അവരെ ബാധിച്ചിട്ടുണ്ട്. അവർ നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ട്. കാരണം നമുക്കൊരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശാരീരികമായ ഒരു ബുദ്ധിമുട്ട് പോലെയല്ല ഇങ്ങനെ മെന്റലി വരുന്ന പ്രശ്നങ്ങൾ. കാരണം ഇത് നമ്മളെങ്ങനെ നമുക്കിത് എന്താ ഫീൽ ചെയ്യുന്നത്, നമ്മളിൽ എന്താ ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഒരാളിനോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞ ഞാൻ ഇതിൽ വന്നിട്ട് ഞാൻ മെന്റേഴ്സിനോടും ഒക്കെ സംസാരിക്കുമ്പോഴാണ് അവർക്കൊക്കെ മനസ്സിലാവുന്നുള്ളൂ. സത്യം പറഞ്ഞ എന്താ വീട്ടില് നമ്മൾ പറയുമ്പം ഒരു കുഴപ്പമില്ല, നിനക്കിത് എന്താ എന്നുള്ള രീതിയിലാണ് എല്ലാവരും എടുക്കുന്നത്. അപ്പോ ഹസ്ബൻഡിനായാലും മക്കൾക്കായാലും, എനിക്കിപ്പം മൂത്തയാള് 18 വയസ്സായി, എൻ്റെ മൂത്ത മോൾക്ക്. അപ്പൊ തിരിച്ചറിവായല്ലോ മക്കൾക്കൊക്കെ. അപ്പൊ അവരും എന്താ മമ്മ ഇങ്ങനെയെന്നാ ചോദിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് നമ്മൾ അവരുടെ, എനിക്ക് എന്തോ ഗിൽറ്റി ഫീലൊക്കെ ആയിരുന്നു. കാരണം നമ്മളുടെ ഇതിൽ നിന്ന് മാറി ഞാൻ ഭയങ്കര ചില സമയത്ത് വല്ലാണ്ട് കരയും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളെ എനർജി ഭയങ്കര ഡൗൺ ആയി പോവാ. ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് തന്നെ അവരിലേക്കും വൈബ്രേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ കുറെ ബാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് അൾട്ടിമേറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ എന്താ പറയാ, എന്താണ് എന്റെ ലൈഫ് ഇങ്ങനെ, അതെ അതെ, ഐ ആം ഗോയിങ് ത്രൂ ദിസ്. നമ്മൾ പിന്നെ അത് നമ്മളെ സ്വയം കുറ്റപ്പെടുന്ന, കോഴ്സിലൊക്കെ പറയുന്ന പോലെ സ്വയം കുറ്റപ്പെടുത്തുകയും നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുകയും നമ്മൾ അതിലൂടെ വല്ലാണ്ട് വിഷമത്തിലൂടെ രക്ഷപ്പെടാൻ കഴിയാതെ അങ്ങനെ മുന്നോട്ട് പോവായിരിക്കും. സോ ഇതിന് മുൻപ് ഈ ഒരു EFT ട്രൈ ചെയ്യുന്നതിന് മുൻപ് വേറെ എന്തെങ്കിലും സംഗതികൾ, കൗൺസിലിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികൾ എന്തെങ്കിലും ട്രൈ ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു കോഴ്സായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോയിട്ടില്ല. ഞാനിങ്ങനെ വല്ലാതെ ഇങ്ങനെ എനിക്ക് പ്രശ്നങ്ങൾ വന്നപ്പോ എൻ്റെ ഹസ്ബൻഡ്, ആളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സൈക്കോളജിസ്റ്റ്, ആളുടെ അടുത്ത് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നൊരു 3 സിറ്റിംഗ് ഞാൻ ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ആ ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ എനിക്ക് തോന്നി ഇതെനിക്ക് പറ്റില്ല എന്ന് തോന്നി. അപ്പോഴാണ് ഞാനത് ഡ്രോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കാണ് ഞാൻ EFTയിലേക്ക് വരുന്നത്. ഓക്കെ. സോ EFTയിലേക്ക് വന്നു. EFTയിലേക്ക് വന്നിട്ടുള്ള ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു ഫസ്റ്റ് ആ ഒരു EFTയിലേക്ക് വരാൻ ഫൈനലി ഡിസൈഡ് ചെയ്തത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ വല്ലാണ്ട് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എത്തി അല്ലേ? അതെ അതെ അതെ. ഡൗട്ട് ഉണ്ടായിരുന്നോ ജോയിൻ ചെയ്യുന്നതിന് മുൻപ്? കാരണം പല ആൾക്കാർക്കും ഇത്തരത്തിൽ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഡൗട്ട് ഉണ്ടാവാറുണ്ട്. ഇത് വർക്കാവോ വർക്കാവില്ല, അങ്ങനത്തെ ഡൗട്ട്സോ പേടിയൊക്കെ ഉണ്ടായിരുന്നു? എന്തായാലും അങ്ങനെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോ എന്നോട് ജസീല പറഞ്ഞു, എന്താ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, ജസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്ക്, എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ. പക്ഷെ ഫസ്റ്റ് ക്ലാസ് തന്നെ എനിക്ക് എന്റെ റിസൾട്ട് കിട്ടിയെന്നുള്ളതാണ്. മീൻസ് നമ്മള് മെന്റലി എന്താ പറയാ, നമുക്ക് മനസ്സിലാവും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് കിട്ടുന്നുള്ളത് ഫസ്റ്റ് ക്ലാസ് തന്നെ മനസ്സിലാവും. അതായത് നിങ്ങൾക്കൊരു ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ഹാപ്പൻ ടു മീ എന്നുള്ളതിന്റെ റിയൽ പിക്ചർ കിട്ടുകയാണ്. അപ്പൊ റിയൽ പിക്ചർ കിട്ടും അല്ലെ? ആ റിയൽ പിക്ചർ നമ്മൾ ഡേ 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു, വാട്ട് ഈസ് അവർ പ്രോബ്ലം, ഇതാണ് നമ്മുടെ ടോപ്പിക്. വാട്ട് ഹാപ്പൻ ടു അസ് അല്ലെ? അപ്പൊ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്ന അതാണ്. അപ്പം അതോടുകൂടി തന്നെ നമുക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാവുമ്പോൾ തന്നെ ഓ ഇതാണല്ലേ എനിക്ക് സംഭവിച്ചത്, ദിസ് ഈസ് വാട്ട് ഹാപ്പൻ ടു മീ എന്നിടത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, എവിടെയാണ് പ്രശ്നം എന്നുള്ളിടത്ത് ഒരു നമുക്ക് ക്ലാരിറ്റി കിട്ടുമ്പോൾ തന്നെ ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മൾ പരിഹരിക്കുന്നത്. ഇപ്പൊ മറ്റുള്ള പല സ്ഥലങ്ങളിൽ പോയാലും, കൗൺസിലിംഗ് ആയിക്കോട്ടെ, ട്രഡീഷണൽ മറ്റുള്ള തെറാപ്പികളായിക്കോട്ടെ, ഈവൻ മെഡിസിൻ വരെ എടുത്താലും നമുക്ക് നമ്മുടെ പ്രശ്നത്തിന്റെ കാരണം അറിയില്ല, റൂട്ട് കോസ് അറിയില്ല. അപ്പൊ ആദ്യത്തെ 3 ദിവസം തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി എന്താ പറയാ, എസ്പെഷ്യലി ഡേ 1 മുതൽ തുടങ്ങുകയാണ് വാട്ട് ഹാപ്പൻ ടു അസ് എന്നുള്ളതും. ദെൻ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം, ദെൻ അഗെയിൻ മൈൻഡ് ബോഡി കണക്ഷൻ, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാവുന്നു ഇത് എത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളാണ്, അതേപോലെ എങ്ങനെയാണ് നമുക്ക് ഇത് ശ്രദ്ധിക്കാൻ പറ്റുക. പിന്നെ എനർജി മെഡിസിൻ എന്ന് പറയുന്ന സംഗതിയിലേക്ക് വരുമ്പോൾ തന്നെ സൊല്യൂഷൻ ഓൾറെഡി ക്ലാരിറ്റി. സോ നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്ന, സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന രീതി ആ ഒരു തരത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഡേ 1 തന്നെ നാജിക്ക് എന്താ വെച്ചാൽ അതിന്റെ ഒരു റിലീഫ് കിട്ടുന്നത്. പലപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ ഇത് എന്താണ് എനിക്ക് സംഭവിക്കുന്നത് മനസ്സിലായാൽ മതി. അതാണ്. പിന്നെ കാര്യങ്ങളും എനർജി മെഡിസിൻസ്, പിന്നെ അതുപോലെ നമ്മള് ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു സംഭവം,
ദാറ്റ്സ് എ വേർഡ്. പക്ഷെ നമ്മൾ അതെന്താ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നതിന് എത്രത്തോളം അത് ഓക്കെ ആണ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് അതിന്റെ വ്യാപ്തിയും അതെന്താന്നുള്ളതും ഇതിൽ വന്നപ്പോഴാണ് അതിന് ഒരു ഇത് കിട്ടുന്നത്, ക്ലാരിറ്റി കിട്ടുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. അപ്പൊ ഇപ്പൊ എന്ത് വന്നാലും ഇറ്റ്സ് ഓക്കെ. അതുപോലെ നമ്മുടെ പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഒപ്പോനൊപ്പോ എല്ലാം നമ്മളെ ഹെൽത്ത് വൈസ് ആണെങ്കിലും എല്ലാം അതുകൊണ്ടൊക്കെ നല്ല എഫക്റ്റ് ആണ്. അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ എനിക്കിങ്ങനെ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രിഗർ ആവും. അപ്പൊ ഞാൻ ഇങ്ങനെ ഐ എം സേഫ്, ഐ എം ഓക്കെ, ഐ എം പ്രൊട്ടക്റ്റഡ്, ഐ എം ഹെൽത്തി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെന്റിൽ കൂടെ പോകുമ്പോൾ ഞാനത് പറയുമ്പോൾ ഞാൻ അപ്പൊ തന്നെ ഞാൻ കുറെ ഓക്കെ ആവും. പിന്നെ നമ്മുടെ ടാപ്പിംഗ് ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പം പല സന്ദർഭങ്ങളിൽ ഇപ്പം നമ്മളെ ലൈഫാണ്, നമ്മളെ പല തിരക്കുകളും വരും. ചിലപ്പോൾ നമ്മുടെ പ്രാക്ടീസസ് ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഞാൻ സത്യസന്ധമായി പറയണെങ്കിൽ ചിലപ്പം കുറെ എനിക്ക് ഗ്യാപ്പ് വരാറുണ്ട്. പക്ഷെ എന്നാലും ദിവസം എപ്പോഴെങ്കിലും ഒരു നേരമെങ്കിലും ഞാൻ ഓർക്കും, ഇന്ന് മിറർ പ്രാക്ടീസ് എങ്കിലും ചെയ്യട്ടെ, അല്ലെങ്കിൽ വേണ്ട, ഒരു സെൽഫ് ലവ് അങ്ങനെ തോന്നും. എന്തെങ്കിലും ഒന്നെങ്കിലും എനിക്ക് ചെയ്യണം വരുമ്പോ. അതിപ്പോ അതുപോലെ നമ്മളെ ലൈഫില് എന്താ എനിക്ക് തോന്നുന്നത്, നമ്മളെപ്പോഴും ഇതായിട്ടൊരു കീപ്പ് ഇൻ ടച്ച്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു കോഴ്സ് കഴിഞ്ഞ ഞാനങ്ങ് എന്താ പറയാ എന്നെ അങ്ങോട്ട് വിടുന്നു വിചാരിച്ചു. അല്ല, എൻ്റെ മെന്റർ ഹാജറ മാം ആയിരുന്നു. ഹാജറ മാം ആയിക്കോട്ടെ, എല്ലാരും തന്നെ എപ്പോഴും ഞാനായിട്ട് കീപ്പ് ഇൻ ടച്ച് ആണ്. എന്താണ് സുഖല്ലേ എന്ന് ചോദിക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ഐ ഫീൽ ഐ എം പ്രൊട്ടക്റ്റഡ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എന്നെപ്പോഴും കെയർ ചെയ്യുന്നുണ്ട്, ഇൻസ്പയർ എന്നുള്ള ഒരു. തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മളുടെ ടീം നമ്മുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആണ്. അത് ഇപ്പം നിങ്ങളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ജസീല ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജസീലയെ പോലെ മറ്റുള്ള അസ്മ, അതേപോലെ ഹരിത, ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ടീമിൽ വർക്ക് ചെയ്യുന്ന, അങ്ങനെയുള്ള ഒരുപാട് പേര്. അപ്പം ഇവരൊക്കെ എന്ന് വെച്ചാല് പല ആൾക്കാരും പല ക്ലയൻസിനെയും കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ ഇവരാണ്. ഇവര് മുതൽ നമ്മൾ ഇവരൊക്കെ ട്രെയിൻ ചെയ്തതും അല്ലെങ്കിൽ ഇവര് അതിനു വേണ്ടിയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെല്ലാവരും, ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ ലൈഫ് രക്ഷപ്പെടുന്നത്. ഇപ്പം ജസീല ആണെങ്കിൽ പോലും ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് നമ്മുടെയൊക്കെ കോഴ്സുകൾ ചെയ്തിട്ടാണ് ലൈഫ് തിരിച്ചു പിടിച്ചത്. സോ ജസീലയ്ക്ക് അറിയാം എന്താ വെച്ചാൽ വാട്ട് ഈസ് എത്രത്തോളം ഇത് പെയിൻഫുൾ ആണ്, എത്രത്തോളം ചലഞ്ചിങ് ആണ് ഈ ഒരു സംഗതി എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ആ ക്ലയന്റിന്റെ പെയിന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നത്. അതുപോലെ തന്നെയാണ് മെന്റേഴ്സ്. നമ്മൾ ഓരോ മെന്റേഴ്സും, താഹിറ ആയിക്കോട്ടെ, ഹാജറമ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷബ്ന ആയിക്കോട്ടെ, ഷബ്ന മാം ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോരുത്തരും ലൈക്ക് ഫെബിന, ഇങ്ങനെയുള്ള എല്ലാവരും എന്താ വെച്ചാൽ ശരിക്ക് ഒന്നിനൊന്ന് ക്ലയൻസിനെ കെയർ ചെയ്യണം, അവരുടെ ലൈഫിലെ ചലഞ്ചസ് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് ദേ ആർ ദ ബാക്ക് ബോൺ. ആക്ച്വലി ഞാൻ ആകെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിന്റെ ഒരു ഫേസ് ആയിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആകെ കുറച്ച് സെഷൻസ് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, നിങ്ങൾ ശരിക്കും ടേക്ക് കെയർ ചെയ്യുന്ന ടീം എന്ന് പറയുന്നത് ദിസ് ടീം. ആൻഡ് ദ ക്രെഡിറ്റ് ഗോസ് ടു ദ ടീം ആൻഡ് യു ആസ് വെൽ. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ സ്വയം പ്രാക്ടീസ് ചെയ്യുന്നതിൽ. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, ഓക്കെ, പലപ്പോഴും എന്താ വെച്ചാൽ എല്ലായ്പ്പോഴും ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ കഴിയാറില്ല. അതൊക്കെ സ്വാഭാവികമാണ്. കാരണം ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയും, നമ്മുടെ ടീം നിങ്ങൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ അടുത്ത് സപ്പോർട്ട് ഉണ്ടാകും, ദാറ്റ് ഈസ് ദെയർ. ബട്ട് അറ്റ് ദ സെയിം ടൈം, നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും എൻ്റെ ലൈഫിൽ തന്നെ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന ഒരു എന്താ പറയുക വേർഡ് ഉണ്ട്. ആ വേർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ചാലഞ്ചസും എൻ്റെ ലൈഫിൽ വരുന്ന സമയത്ത് എനിക്ക് ലിറ്ററലി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു വേർഡാണ്. അപ്പം ഇറ്റ്സ് ഓക്കെ എന്ന് പറയുമ്പോൾ തന്നെ ബോഡി നമ്മൾ ടാപ്പൊക്കെ ചെയ്ത് ആ കമാൻഡൊക്കെ കൊടുത്ത് അതിൽ ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുന്ന പോലുള്ള വേർഡ്സുകൾ കൊടുത്ത് നമ്മൾ ഹീൽ ചെയ്ത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന വേർഡ് ഒരു ആങ്കറാണ്. ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അങ്ങ് ആ സ്റ്റേറ്റിലേക്ക് അങ്ങ് പോകും. ഇപ്പോൾ കുതിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിന് നമ്മൾ ആങ്കർ ഇട്ടിട്ടാണ് എന്താ വെച്ചാൽ അതിന് എന്താ പറയുക, ആങ്കർ എന്നുള്ളതിന്റെ മലയാളം വേർഡ് എന്താ, കപ്പലിന്റെ നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതൊരു വേർഡ് ഉണ്ടല്ലോ, നങ്കൂരം. സോ നങ്കൂരം ഇടുന്ന പോലെയാണ്. അപ്പൊ നങ്കൂരം ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്തായി, അവർ പ്രത്യേക സ്റ്റേറ്റിലെത്തി, എന്താ പറയുക, ബ്രേക്ക് ഇട്ട പോലെയാണ്. ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന ഒരു വേർഡ് ഒരു എന്താ പറയുക ആങ്കർ ആണ്.
അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കാരണം ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് ഒരു ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന വേർഡല്ല. യു ജസ്റ്റ് കീപ് അല്ല, റിപ്പീറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. ഇറ്റ് ക്രിയേറ്റ്സ് മാജിക് ഇൻ യുവർ ബോഡി, റൈറ്റ്? യെസ്, അതിന്റെ ഇത് മനസ്സിലാവുക നമ്മള് വന്ന് കഴിയുമ്പോൾ. ഇപ്പൊ നമ്മള് എന്ത് കാര്യവും നമ്മള് മെന്റേഴ്സിനോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്നവര് പറയുമ്പോ എന്താണ് അതിന്റെ ഇതെന്നുള്ളത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ഇതിൽ വന്ന് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. പിന്നെ സാറിന്റെ ക്ലാസ്, ഞങ്ങള് എന്റെ ബാച്ചിലുള്ള സയന, റഷീദ, ഞങ്ങൾ ഒരുപാട് പേര് ഞങ്ങള് പറയാറുണ്ടായിരുന്നു സാറിന്റെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഒരു ക്ലാസ് കഴിയുമ്പോൾ അടുത്ത ക്ലാസ്സിന് സാറിന് എന്താ പറയാ, ഞാനെപ്പോഴും പറയായിരുന്നു ഈ അലാവുദ്ദീനും അത്ഭുത വിളക്കുന്നാ പറയല് ഞാന്. സാറിനെയും ഈ അക്കാദമീനെയും ഞാൻ പറയാം. എന്താ വെച്ചാ സാറിന്റെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോ ഭയങ്കര വൈബ് എനർജി, നമ്മള് ഹൈ ആവും. നമുക്ക് ഭയങ്കര ഒരു ഇതാണ്, മാജിക് ആണ് സാറിന്റെ ക്ലാസ്സിൽ ശരിക്കും നടക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഹാപ്പി ടു ഹിയർ ദിസ്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ ഫീഡ്ബാക്ക് തരുന്നത് തന്നെയാണ് നമ്മൾ എന്താ പറയുക ഈ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ അതെ, റീസൺ. നമ്മളെപ്പോലെയൊക്കെ ബുദ്ധിമുട്ടുന്ന പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് അറിയാൻ പറ്റില്ല ഇങ്ങനെ. കാരണം ഞാൻ അറിയുന്ന തന്നെ പല ആൾക്കാരും ഉണ്ട് ഇങ്ങനെ വല്ലാണ്ട ഈ ഒരു മോഡിലേക്ക് വരുമ്പോ ആൻസൈറ്റിയുടെ ടാബ്ലറ്റ്സ് വരെ എടുക്കുന്ന ആൾക്കാരുണ്ട്, സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ അറിയുന്നവർ തന്നെ ഉണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ ഇതൊക്കെ അറിഞ്ഞു വരികയാണെങ്കിൽ അവർക്കൊക്കെ നല്ലൊരു ബെനിഫിറ്റ് ആവട്ടെ. തീർച്ചയായിട്ടും. സോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഏത് ടെക്നിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ചില ടെക്നിക്കുകൾ ഉണ്ടാവും അല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് ഏറ്റവും ഒരു എന്താ പറയുക പ്രാക്ടീസ് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ടെക്നിക്ക് ഏതാ ടെക്നിക്ക്? ശേഷം ക്ലയൻസിന് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഇവിടെ കേൾക്കുന്ന ആൾക്കാരുണ്ടാവും, ഇപ്പൊ നമ്മുടെ കോഴ്സ് ചെയ്ത ആൾക്കാരുണ്ടാവും, അവരിലേക്കൊക്കെ ശരിക്കും ഉപകാരം. നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് തന്ന പ്രാക്ടീസ് ചെയ്ത ഒന്ന് ഇറ്റ്സ് ഓക്കെ പറഞ്ഞു, അതല്ലാതെ വേറെ? ഒപ്പനൊപ്പം നല്ല എഫക്റ്റ് തരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒന്നുമല്ല, നമ്മളെ ട്രോമ ഹീലിംഗ് ടാപ്പിംഗ് ഇല്ലേ, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോൾ ട്രോമ ഹീലിംഗ് സാർ പറഞ്ഞ പോലെ നമുക്ക് എത്രയോ ട്രോമ ഉണ്ട്, നമുക്ക് ഇത്രയും ട്രോമ ഉണ്ട്, ഇത്ര ഉണ്ടായിട്ടുണ്ട്, എനിക്കൊക്കെ എത്രയോ ഉണ്ട്, താങ്ങാൻ പറ്റാവുന്നതിൽ അപ്പുറം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ ഹീൽ ചെയ്യാന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഈ ഹീലിങ്ങിലൂടെ പോകുമ്പോൾ നമ്മൾ വല്ലാണ്ട് പിന്നെയും ഡൗൺ ആവും. ചിലപ്പോ ഹോൾ ഡേ ഡൗൺ ആയിരിക്കും, പക്ഷെ പിറ്റേ ദിവസം അതിനേക്കാളും കൂടുതൽ നമ്മൾ റിക്കവേർഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ എന്ന് വെച്ചാ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ട്രോമാസ് ഹീൽ ചെയ്യുന്ന തന്നെയാണ് നമ്മളെ എന്താ പറയാ നമുക്ക് വരുന്ന ചേഞ്ച്, നമുക്ക് കിട്ടുന്ന ചേഞ്ച് ട്രോമ ഹീലിങ്ങിലൂടെ തന്നെയാണ്. ബാക്കിയെല്ലാം കൊണ്ടും എന്തെന്നില്ല, എനർജി മെഡിസിൻസ്, ഇപ്പം സെൽഫ് ലവ്, സെൽഫ് ഫോർഗീവ്നെസ്, പിന്നെ ആസ്ക് ഫോർഗീവ്, എല്ലാം നമുക്ക് റിസൾട്ട് തരുന്നുണ്ട്. പക്ഷെ ട്രോമ ഹീലിംഗ് അത് എന്താ പറയാ, ഞാൻ എവിടെ എത്തിയിട്ടില്ല ഹീൽ ചെയ്തിട്ട്. ഈ പറഞ്ഞ പോലെ സാറ് പറയുന്ന പോലെ ഹീൽ ചെയ്ത് തന്നെ പോണം. അറിയാലോ, അതിന് കുറച്ച് മടിയായിരിക്കുമല്ലോ നമുക്ക് ട്രോമ ഹീലിംഗ് ചെയ്യാൻ, എസ്പെഷ്യലി കുറച്ച് റിസൾട്ട് ഒക്കെ കിട്ടിയാല്. അതെ, പക്ഷെ എന്താ പറയാ, എല്ലാം കൊണ്ടും റിസൾട്ട് ഉണ്ട്, ഇന്നതെന്നില്ല, എല്ലാം ഓരോ മേഖലയിൽ. മിറർ പ്രാക്ടീസിന് നല്ല കുറച്ചുകൂടി നമുക്ക് കോൺഫിഡൻസും, പിന്നെ ഈ പറഞ്ഞ പോലെ മിറാക്കിൾ ആണോ, അതെ മിറാക്കിൾ ആണ് എന്ന് തന്നെ പറയണം. എന്താ വെച്ചാല് എനിക്ക് കുറച്ച് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ സിബ്ലിങ്സ് ഒക്കെ ആയിട്ട്. പക്ഷെ സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര ചേഞ്ച് ഉണ്ടായി ഇതിന് ശേഷം. ഫോർഗീവ്നെസ് ഒക്കെ കൊടുത്തു, അവരെന്റെ അടുത്തേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോ അങ്ങനത്തെ അതും ഞാൻ പ്രത്യേകം പറയാണ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളത് എൻ്റെ ഇതിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കേട്ടോ. ഓവറോൾ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ്, അതേപോലെ നിങ്ങളുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ്, നിങ്ങൾ അത് ഹൗ ഡിഡ് ഇറ്റ് ചേഞ്ച് ഫോർ യു? എത്രത്തോളം അത് ചേഞ്ച് ആയി? നിങ്ങളുടെ ഒരു ഓവറോൾ മൈൻഡ് സെറ്റും അതേപോലെ നിങ്ങളുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എത്രത്തോളം ചേഞ്ച് ആയി? എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, എൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാല്
ഏത് ടൈമിലും എനിക്കിങ്ങനെ ഈ നെഗറ്റീവ് തോട്ട്സ് കയറി വന്നിട്ട് ഞാൻ പറയട്ടെ, ഈവൻ ഒരു ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എനിക്ക് ലോക്ക് ചെയ്യാൻ പോലും എനിക്ക് പേടിയായിരുന്നു. അതെന്ന് വെച്ചാൽ പഴയ നമ്മുടെ നോർമൽ ലെവലിലേക്ക് ഗ്രാജുവലി വന്നു എന്നുള്ളതാണ്. ഞാൻ അറിയാതെ തന്നെ ഞാൻ പോകുമ്പോൾ ഞാൻ ലോക്ക് ചെയ്ത് 2-3 തവണ ലോക്ക് ചെയ്ത് നമ്മൾ കുളിക്കുകയാണെങ്കിൽ ഇടയിലാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഞാൻ ലോക്ക് ചെയ്തോ. അതൊക്കെ നാച്ചുറലി നമുക്ക് വരുന്ന എങ്ങനെ വരും, എപ്പോൾ വരും. ഇപ്പൊ ഞാൻ IFT ചേർന്നു, ശരി ഈ കോഴ്സിൽ എനിക്ക് എപ്പോൾ റിസൾട്ട് വരും, അങ്ങനെയല്ല. നമുക്കത് ഗ്രാജുവലി നടക്കും. സാറ് പറയുന്ന പോലെ സാറ് പറഞ്ഞിട്ടുണ്ട്, കണ്ണ് അടയ്ക്കുക തുറക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ ചിന്തിച്ചിട്ടാണോ ചെയ്യുന്നത്? ബ്ലിങ്ക് ചെയ്യുന്നില്ലേ നമ്മൾ? കണ്ണ് എത്ര പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അതൊരു അങ്ങനെ അങ്ങ് വരും. എന്ത് ചെയ്യാ? പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. സാറ് പറയുന്ന പോലെ റിസൾട്ട് വരും. ഓക്കെ, ഇപ്പൊ നോമ്പാണ്. ഓക്കെ, അപ്പം ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ആണ്. ഈ EFT ഹീലിംഗ് നോമ്പിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ കുറെ വർഷങ്ങൾ നോമ്പ് പറ്റിട്ടുണ്ടാവും. അതിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻസ് ഈ ഒരു കോഴ്സ് ഒക്കെ ചെയ്തതിനു ശേഷം ഡിഡ് യു ഫീൽ എനി ഡിഫറൻസ് ലൈക്ക് സ്പിരിച്വലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ എന്തെങ്കിലും നോട്ടീസ് ചെയ്തു? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. സ്പിരിച്വലി തന്നെ പറയാം. എന്താ വെച്ചാല് നമ്മള് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സാധനല്ലേ, അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്പിരിച്വലി നമുക്ക് ഹൈ ആവാൻ പറ്റുന്ന ഈ ഗ്രാറ്റിറ്റ്യൂഡ്. കാര്യം നമ്മളെ മതത്തില് നമ്മൾ ഒരുപാട് അൽഹംദുലില്ലാ നമ്മൾ എന്താണ് അതിന്റെ ഇതെന്നൊക്കെ നമ്മൾ പഠിക്കുന്നു. പക്ഷെ എന്നാലും അതിന്റെ ആ ഒരു ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതും നമുക്ക് മൈൻഡിൽ എത്രത്തോളം അത് നമുക്ക് മൈൻഡിലേക്ക് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതും ഞാൻ EFTയിൽ വന്നതിന് ശേഷമാണ്. സത്യം പറയാലോ, ഒരു ഖുറാന്റെ ഒരു കോഴ്സോ അത് ഒന്നും ചെയ്തിട്ട് കിട്ടുമായിരിക്കും. പക്ഷെ അതിലുപരി ഞാൻ അങ്ങനെ ഒരു കോഴ്സ് ചെയ്ത പോലെ, കാരണം എന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്നില്ലേ, നമ്മൾ ജേർണൽസ് എഴുതുന്നില്ലേ, അതൊക്കെ നമ്മളെ മൈൻഡിലേക്ക് അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കയറി അങ്ങോട്ട് നിൽക്കും അതവിടെ. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങോട്ട് നോക്കുമ്പോഴും അൽഹംദുലില്ലാ നമ്മള് അള്ളാലേക്ക് ഒന്നും കൂടി നമ്മള് കണക്ട് ആവുന്നുണ്ട് EFT വഴി. ഡെഫിനറ്റ്ലി. കാരണം ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ നമ്മൾ മാറും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആദ്യം ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രം ചിന്തിച്ചിരുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ആരോഗ്യത്തെ കുറിച്ച് വിഷമിച്ചിരുന്ന ആളുടെ ആ ഒരു പ്രശ്നം മാത്രമല്ല മാറുന്നത്, ആളുടെ സകല സംഗതി, റിലേഷൻഷിപ്പ് ചേഞ്ച് ആകുന്നു. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സ്പിരിച്വൽ ലെവലിൽ ചേഞ്ച് ആകുന്നു, ഫാമിലി ലെവലിൽ ചേഞ്ച് ആകുന്നു, അല്ലെ? ഇപ്പം അതിന് മുൻപുള്ള പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന ശേഷം മക്കളോടൊക്കെ നിങ്ങളിപ്പോ പെരുമാറുന്നതിലും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറോട് പെരുമാറുന്നതിലും, പാർട്ണറൊക്കെ ലൈക്ക് ഹൗ ഡു യു ലൈക്ക് വാട്ട് ഇസ് ദ ഡിഫറൻസ്? അവരുടെയൊക്കെ റിയാക്ഷൻ എന്താ ഈ ചേഞ്ച് ഒക്കെ കാണുമ്പോൾ? അവരൊക്കെ സത്യം പറയാലോ, ചിലപ്പോ എല്ലാരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. എന്റെ ഈ ടാപ്പിംഗ് ഒക്കെ കാണുമ്പോ എന്ത് വട്ടായോ എന്ന് ചോദിക്കും. കാരണം കുട്ടികളും ഒരു ജോയിന്റ് ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇത് ഒളിച്ചും പാത്തും ചെയ്യാൻ പറ്റുന്ന സംഗതികളല്ല. പല പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ക്ലാസ് സെഷനിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ കുട്ടികൾ ഓടി വരും. നമുക്ക് എപ്പോഴും ഡോർ ലോക്ക് ചെയ്തൊന്നും ഇരിക്കാൻ പറ്റില്ല, നോക്ക് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ ഞാൻ ഓപ്പൺ ആക്കി ഇടും. അപ്പൊ എന്ന് വെച്ചാ ഞാനിങ്ങനെ ടാപ്പ് ചെയ്യുന്നല്ലേ കാണുന്നേ. അപ്പൊ ഇതെന്തത് വട്ടായ, വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കും. ഹസ്ബൻഡൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇതെന്തത് നീ നിന്റെ. ഞാൻ പറയും ഇങ്ങനെയാണ് സംഭവം. അപ്പൊ നിന്റെ നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെയാണോ? കാരണം ഇതിലുള്ള ആൾക്കാരൊക്കെ എന്റെ നാട്ടിലുള്ളവരാണ്. അപ്പൊ അതെന്തത് എന്ന് കുറെ കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും എനിക്ക്. അപ്പൊ ആദ്യമൊക്കെ പറയുമ്പോ ഞാനും അയ്യോടാ വേണ്ടിയിരുന്നില്ല അല്ലെ, കാരണം എന്താ വെച്ചാ നമ്മളൊക്കെ ആകെ അങ്ങോട്ട് ഇതാവും. നമ്മളങ്ങോട്ട് ഞാൻ പറയും എന്നെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും എന്നെ തളർത്തരുത്, ഞാൻ എവിടെയെങ്കിലുമൊക്കെ നിർത്തിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ ആ ഒരു ഇതുണ്ടാവും കേട്ടോ നമുക്ക്. കാരണം നമ്മൾ EFT ചെയ്യുമ്പം ആൾക്കാർക്ക് അറിയില്ല അതെന്താ സംഭവം എന്ന്. അപ്പൊ ചിലപ്പോ വട്ടാണോന്നും ഇത് പറ്റിക്കലാണെന്നും പലരും പറഞ്ഞേക്കാം. പക്ഷെ എന്താണെന്നറിയോ, നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന ആ ഒരു സംഭവം ഇല്ലേ, ഒരു മാനസികാവസ്ഥയില്ലേ, അതിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് നമ്മളെ അവസ്ഥ. അന്നേരം നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല. ഈ പറഞ്ഞ ഹസ്ബൻഡ് ഉണ്ടാവില്ല, മക്കളുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ആശ്വസിപ്പിക്കുമായിരിക്കും, കുഴപ്പമില്ല, സാരില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് നമ്മളെ മനസ്സിനെ എന്താ പറയാ ശക്തിപ്പെടുത്താനും ഒക്കെ നമ്മുടെ
ആ എനർജി ഇല്ലേ, സാറ് പറയുന്ന എനർജി ലെവൽ കൂട്ടാനും നമ്മൾ ഈ പറഞ്ഞ ഓരോ ഫ്രീസ് ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതിൽ നിൽക്കായിരിക്കും നമ്മൾ, അതിൽ നിന്നൊക്കെ ഒന്ന് ചാടി പുറത്തേക്ക് വരാനും ഒക്കെ EFT കൊണ്ട് നമുക്ക് പറ്റും. നമുക്ക് സ്വന്തം ചെയ്യാലോ, വേറെ ആളുടെ ഹെൽപ്പ് വേണ്ടല്ലോ. Yeah. ആ ഈ അത്ഭുതങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കല്ലേ ഇങ്ങനെ. സോ അപ്പം അത് കണ്ടതിന് ശേഷം ഇപ്പൊ ചേഞ്ച് ഉണ്ടായി. അപ്പൊ ഇപ്പൊ അവരുടെ ഒരു റിയാക്ഷൻ എന്താ? അവർക്ക് ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ടോ? പാർട്ണറൊക്കെ എന്താ പറയുന്നത്? സത്യം പറഞ്ഞ ഈ എനിക്ക് കുറച്ചും കൂടി ക്ഷമ കിട്ടി. കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കുമായിരുന്നു, കാരണം എന്റെ ഈ ഒരു പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ മെന്റലി. ഇപ്പൊ എനിക്ക് നല്ല പേഷ്യൻസ് ഉണ്ട് അവരുടെ അടുത്തൊക്കെ. ചീത്ത പറയാനൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നുണ്ട്. ചീത്ത പറയലൊക്കെ പറയൂല എന്നല്ല, നമ്മൾ പറയുമല്ലോ. പിന്നെ ഹസ്ബൻഡ് ആയിട്ടാണെങ്കിലും, ഹസ്ബൻഡ് ഒരു ഹോട്ട് ടെമ്പേർഡായ ഒരാളാണ്. ഞാനും അപ്പം ലിസൺ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ പിന്നെ ഞാൻ പറയുമായിരുന്നു. ഇപ്പെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഒരു കാം മൂഡിലാണ്. ആളെന്ത് പറഞ്ഞാലും ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള. ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ല പറയുന്നേ, എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ വളരെ കൂളാണ്. നമ്മൾ കൂൾ ആൻഡ് ആൾക്ക് സർപ്രൈസിങ് ആയിട്ടുണ്ടോ? എന്താ ഇങ്ങനെയെന്നുള്ളത് തോന്നിയിട്ടുണ്ട്? ആൾക്കൊരു ചേഞ്ച് പോലെ? എനിക്ക് ചേഞ്ച് പോലെ ആൾക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഉണ്ടാവണം. കാരണം അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും എന്താ ഇപ്പൊ ഷാഫി സാറേ സെഷനൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കും ചില സമയത്ത്. കാരണം ഞാൻ ചിലപ്പോ കേറിയിട്ടുണ്ടാവില്ല, ഗ്യാപ്പൊക്കെ വരുമല്ലോ. അപ്പൊ ഞാൻ പറയും അവിടൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയും. ഓൾറൈറ്റ്. സോ ഇത്തരത്തിലുള്ള രീതിയിൽ എന്തായാലും വളരെയധികം കൂടുതൽ എന്താ പറയാ സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ എന്താ പറയുക പേഷ്യൻസ് ഡെവലപ്പായി. അത് തന്നെ വല്ലാത്തൊരു സമാധാനം തരുന്നുണ്ട് അല്ലേ? കാരണം നിങ്ങൾ കറക്റ്റ്, നമ്മളിൽ അധികം ആൾക്കാരും എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പെയിനിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഈ ദേഷ്യം പിടിക്കുന്നതൊന്നും നിങ്ങളല്ല. ബിക്കോസ് ഓഫ് ദ സ്ട്രെസ്, നമ്മൾ കുറേ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയി കഴിഞ്ഞാൽ, നമ്മൾ പീസ്ഫുൾ അല്ലെങ്കിൽ സ്വാഭാവികമാണ് നമുക്ക് എന്ത് ചെയ്യും, ട്രിഗേർഡ് ആവും. അപ്പൊ നിങ്ങൾ ഏതൊരു സംഗതി, ഒരു ദേഷ്യം പിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സങ്കടത്തിന്റെ, വിഷമത്തിന്റെ ഒരു മുഖംമൂടി അണിഞ്ഞ അവസ്ഥയാണ്. വേഷം മാറി വരുന്നൊരു സാധനമാണ് നമ്മുടെ ഉള്ളിലുള്ള സങ്കടം, ഉള്ളിലുള്ള ഒരു വിഷമം, സ്ട്രെസ്, ഇറിറ്റേഷൻ. ഈ സാധനം ഉള്ളിലുള്ള ഒരു വല്ലാത്തൊരു കലുഷിതമായ അവസ്ഥയുണ്ട്, പെയിൻ ഉണ്ട്. ആ പെയിന്റെ റിഫ്ലക്ഷൻ ആണ് ദേഷ്യം. അല്ലാതെ ദേഷ്യം ഒരാളുടെ ക്യാരക്ടറല്ല, ഒരാളുടെ സ്വഭാവമല്ല, അയാളുടെ ഒരു വ്യക്തിത്വമല്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ള ദേഷ്യ സംഗതികളെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കടന്നു പോകുന്ന പെയിൻ ഉണ്ട്, ആ പെയിൻ അവിടെ ഉള്ളത് കൊണ്ട് ആ പെയിൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കാം ആവും, നിങ്ങൾ റിലാക്സ്ഡ് ആവും. യു വിൽ ബി ഗുഡ് ടു പീപ്പിൾ ആൻഡ് പീപ്പിൾ വിൽ ബി ഗുഡ് ടു യു ആൻഡ് എവറിത്തിങ് വിൽ ചേഞ്ചസ്. എല്ലാം ചേഞ്ച് ആകും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അത്തരത്തിലുള്ള രീതിയിലേക്കുള്ള ഒരു എന്താ പറയുക ചേഞ്ച് ഉണ്ടാവട്ടെ. ഇനി അതായത് നിങ്ങൾ ഇനി അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഈ ജേർണിയിൽ നിന്ന് തിരിച്ചറിഞ്ഞൊരു കാര്യം? വാട്ട് ഡിഡ് യു ഡിസ്കവർ അബൌട്ട് യുവർ സെൽഫ് ഡ്യൂറിങ് ദിസ് ജേർണി? ഈ ഹെയിലിംഗിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞൊരു കാര്യം, നിങ്ങളെപ്പറ്റി തിരിച്ചറിഞ്ഞു എന്തെങ്കിലും കിട്ടിയോ? എന്നെപ്പറ്റി ഇപ്പോഴും ഇനിയും കിട്ടാനുണ്ട്, കുറെ കിട്ടി. എന്നുവെച്ചാൽ നമ്മള് കംപ്ലീറ്റ് ആവുന്നില്ല. ഇതിലെത്തി, ഞാൻ ഈ ഒരു സ്റ്റേറ്റിലെത്തി, എന്റെ ജേർണിയിലാണ് ഞാൻ ഇപ്പോഴും. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ഭയങ്കര എന്താ പറയാ കോൺഫിഡൻസ് കുറവായിരുന്നു എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സംഗതി ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അല്ല, എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടി. എനിക്ക് ധൈര്യം കുറവായിരുന്നു, അത് കിട്ടി. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവില്ലേ. അങ്ങനെ മനസ്സിലേക്ക് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളോ ആശയങ്ങളോ ഐഡിയകളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലേക്ക് വന്നു? ഇനി ഇങ്ങനെ പോയാൽ പോലെ, അല്ലെങ്കിൽ സംതിങ് ഐ ഹാവ് ടു, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? ഉണ്ടായിരുന്നു. കാരണം ഹസ്ബൻഡ് ബിസിനസ് ആണ്. അപ്പൊ എപ്പോഴും എന്നോട് പറയും, നിനക്ക് എന്തെങ്കിലും ഒന്ന് ഇട്ട് തരാം, അല്ലെങ്കിൽ എന്റെ കമ്പനിയിൽ വന്നിരിക്കി, ഓഫീസിൽ വന്നിരിക്കി, എന്തെങ്കിലും വർക്ക് ചെയ്തൂടെ അവിടെ ഇരുന്നിട്ട് എന്നൊക്കെ പറയും. അപ്പൊ ആ മേഖലയിലേക്കൊക്കെ ഒന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്. സോ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായി ഞാനിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാതെ നിൽക്കുന്ന ഒരു സംഗതിയായിരുന്നു. അപ്പൊ ഇപ്പൊ അത് പിന്നെയും പൊടി തട്ടിയെടുത്ത്
റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണെന്ന് പറഞ്ഞത്? ഡ്രൈവിംഗ് ഡ്രൈവിംഗ്. ഓക്കെ, യാ. അങ്ങനെ അതെ അതെ. 2026 ഗോൾ സെറ്റിംഗ്സ് ഒക്കെ കുറെ ചെയ്തു വെച്ചു. അതൊക്കെ ഓരോന്നിങ്ങനെ അതായത് ഫ്രം എ പേഴ്സൺ ഓഫ് ഒരു വിക്ടിം ആയിട്ട് നിന്നിരുന്ന ഒരാളിൽ നിന്ന് പെയിൻ, എനിക്ക് ഈ ഒരു അസുഖം മാറിയാൽ മതി എന്ന് വിചാരിച്ചു വന്ന ഒരാൾക്ക് ഇപ്പം അതെല്ലാം മാറി, അതിൽ നിന്ന് മാറിയിട്ട് ടോട്ടലി യു ബിക്കേം എ ന്യൂ പേഴ്സൺ ഹു ഹാസ് ഗോൾസ്, ബ്രൈറ്റ് ഫ്യൂച്ചർ. ഒരു ഭയങ്കരമായിട്ട് ഹൗ മച്ച് എക്സൈറ്റഡ് ആർ യു ഈ കോഴ്സ് വന്നതിന് ശേഷം? എക്സൈറ്റഡ് എന്ന് പറഞ്ഞാല് നമ്മളെ ലൈഫിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പെന്ന് വെച്ചാ എന്താ പറയാ, നമ്മള് ഒരുപാട് നമുക്ക് ലൈഫിൽ നമ്മൾ ഇനി മുന്നോട്ട് എന്താ എന്നുള്ള ആ രീതിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾക്കൊരു പിക്ചർ അല്ലെങ്കിൽ ഒരു ലൈഫിലെ നമുക്ക് വേറൊരു ഇതിൽ കൂടി കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും പല കാര്യങ്ങളും ലൈഫിൽ മുന്നോട്ട് പ്ലാൻ ചെയ്യാനും നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് ലൈഫിൽ. അതാണ് ഇതിൽ നിന്നുള്ള മുന്നോട്ടുള്ള ഇതിൽ എനിക്ക്. അഡ്വാൻസ് പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി. ഞാൻ ഹാജറ മാമിനോട് ചോദിച്ചു എന്നാണ് അഡ്വാൻസ് എന്ന് ചോദിച്ചതാണ്. കാരണം അഡ്വാൻസിൽ മൊത്തം ഈ ട്രോമാസിനൊക്കെ ഒന്ന് ഇറങ്ങി പുറത്ത് വരണം എന്ന് വിചാരിച്ചിരിക്കുക. അഡ്വാൻസ് ഒരുപാട് ടൈം എടുക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ജസീലനെ കുറെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. എനിക്ക് സാറായിട്ടൊരു സെഷൻ ഡയറക്റ്റ് എടുത്തു തരാമോ, ഞാൻ കാലിക്കറ്റ് വരാന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല, അഡ്വാൻസ് വരുമ്പോ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അധികം വൈകാതെ നമുക്കൊരു അഡ്വാൻസ് പ്രോഗ്രാം നമുക്ക് പ്ലാൻ ചെയ്യാം. എനിവേ നമുക്ക് അത് പോസിബിൾ ആവട്ടെ. പിന്നെ മറ്റൊരു കാര്യമുള്ളത് വെച്ചാൽ അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ട്രോമ ഹീലിങ്ങിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മുടെ ചൈൽഡ്ഹുഡിലുള്ള ഏതെങ്കിലും ട്രോമ തിരിച്ചറിഞ്ഞിരുന്നോ? എന്താണ് എന്റെ പ്രശ്നത്തിന്റെ കാരണം? തിരിച്ചറിഞ്ഞു. അതെന്തായാലും തിരിച്ചറിവുണ്ടായിരുന്നു? ട്രോമാസ് എല്ലാം എനിക്ക് മെന്ററിന്റെ ഹെൽപ്പോടുകൂടി എല്ലാം എനിക്ക് കിട്ടി. ഇനിയും കിട്ടാനുണ്ടാവും ഒരു പക്ഷെ ചിന്തിച്ചെടുത്താൽ. പിന്നെ നമ്മൾക്ക് ഈ ട്രോമാസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സെഷൻ ഉണ്ടായിരുന്നു, ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന. അതില് നമ്മൾ ഓൾറെഡി നമ്മൾ ഫുൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കും. അതിലേക്ക് കുറച്ചും കൂടെ നമുക്ക് പിന്നെ ആഡ് ചെയ്യാൻ കിട്ടി. ഒരു 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ഏജിലും വന്ന ട്രോമാസ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ എടുത്തു. എല്ലാ ട്രോമാസും കിട്ടി. മീൻസ് മെയിൻ ട്രോമാസ് ഒക്കെ എനിക്ക് മെന്ററിന്റെ ഹെൽപ്പോടുകൂടി ഹീൽ ചെയ്തു. ഹീലിംഗ് ജേർണി എന്ന് പറഞ്ഞ ഫിസിക്കലി തന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ എത്രത്തോളം ഡെപ്തിൽ നമ്മളത് ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് ഹീലിംഗ് സെഷനിൽ ഇരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മളവർക്ക് ടാപ്പ് ചെയ്ത് അങ്ങോട്ട് പോവാന്ന്. പക്ഷെ നമ്മൾ ഒരുപാട് അതിന്റെ സൈഡ് ഇഫക്റ്റ് ഇല്ലേ, ഹീലാവുന്നതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്തൊക്കെ അനുഭവിച്ചു? എനിക്ക് നമ്മള് മെന്ററായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയുമല്ലോ, ഒന്നുകൂടി നമ്മൾ അതിനെ എലാബറേറ്റ് ചെയ്ത് സംസാരിക്കും. എനിക്ക് ഭയങ്കര പുറം വേദനയൊക്കെ ആയിരുന്നു. പെയിൻ അല്ല, നമ്മുടെ പുറത്ത്. എനിക്ക് ഓൾറെഡി ഈ നെഞ്ചിന് ഭയങ്കര ഭാരം തോന്നും, പുറത്ത് വേദന. പിന്നെ ആ ഹീലിംഗ് കഴിയുമ്പോൾ അന്ന് ആ ഹോൾ ഡേ ചെറിയൊരു എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. അന്ന് കുറച്ചൊരു എനർജി ഡൗൺ ആയിരിക്കും. പക്ഷെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കുമാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമുക്ക് അതിന്ന് പിന്നെ ഇമോഷൻസ് ഒന്നും വരുന്നില്ല ആയിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ ആ കാര്യങ്ങൾ തന്നെ തിങ്ക് ചെയ്ത് പിന്നെ നമുക്ക് ഇമോഷൻസ് വരുന്ന സാധനമായിരിക്കും. പക്ഷെ അതൊക്കെ മാറി എന്നുള്ളത് പിറ്റേ ദിവസമാണ് നമ്മൾ റിയലൈസ് ആവും. ഉറങ്ങി എണീറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും തിങ്ക് ചെയ്യുമ്പോൾ ഓർമ്മകൾ നമുക്ക് എന്നും ഉണ്ടാവുമല്ലോ, പക്ഷെ അതിന്നുള്ള ആ ഇമോഷൻസ് നമുക്ക് അതിലേക്ക് എപ്പോഴെപ്പോഴും നമ്മളത് ഡിസ്റ്റർബ് ചെയ്യില്ല, അതവിടെ അങ്ങനെ കിടന്നോളും. പിന്നെ ഒരുപാട് കാരണം ഹീലിങ്ങിനിടയിൽ നമുക്ക് ഈവൻ നമ്മള് ടോയ്ലറ്റിൽ വരെ പോകേണ്ടി വന്നിട്ടുണ്ട്. ഹീലിങ്ങിനിടയിൽ നമുക്ക് എന്താ എനിക്ക് പറ്റിയെന്ന് തോന്നും. കാരണം നമ്മള് ടോക്സിൻസ് പുറത്തു പോകുന്ന എന്ന് പറഞ്ഞപ്പോ മെന്റർ. അപ്പൊ അത്രയും
ഞാൻ വളരെ ബുദ്ധിമുട്ടുള്ള 2 ട്രോമാസ് ആയിരുന്നു ഞങ്ങള് ഫേസ് ടു ഫേസ് ഹീൽ ചെയ്യാൻ എടുത്തത്. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് ട്രോമാസ് എടുക്കാൻ പേടിയായി. ഞാൻ കുറെ ദിവസം എടുക്കൂലായിരുന്നു. പിന്നെ ഇപ്പൊ ഗ്രാജുവലി ഓരോന്നെടുത്ത് ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നാ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എടുത്ത് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ഉണ്ടാവും പിന്നെ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രോമ ഹീലിംഗ് ഒരിക്കലും നമുക്ക് നിർത്തിയേക്കാൻ പറ്റില്ല. എനിവേ എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്തായാലും പഴയ ആളിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി ന്യൂ പേഴ്സൺ ആയിട്ട് മാറി. എന്താണ് ഇവിടെ കേൾക്കുന്ന ആൾക്കാരോട് വട്ട് യു വാണ്ട് ടു ഷെയർ, ലൈക്ക് അവരോട് എന്താ പറയാൻ? ഓൾറെഡി ചിലപ്പം കോഴ്സ് ചെയ്തവരുണ്ടാവാം, റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ചെയ്തിട്ട് പ്രാക്ടീസ് ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ഇതേപോലെ ട്രോമയ്ക്ക് എടുക്കാൻ പേടിച്ചിട്ട് നിൽക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക പുതിയ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സംശയിച്ചിരിക്കുന്നവരുണ്ട്. ഇവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? വട്ട് യു വാണ്ട് ടു ഷെയർ? നമ്മള് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഇപ്പൊ ഈ വന്നിരിക്കുന്നവരും ചെയ്തവരും ഒക്കെ തന്നെ ഓരോ ഇതിൽ കൂടെ കടന്നുപോയ ആൾക്കാരായിരിക്കും, ഓരോ പ്രശ്നങ്ങളിലൂടെ. അപ്പൊ ആ ഓരോ വ്യക്തികൾക്കും അറിയാം എന്താണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. ഫേസ് ചെയ്യുമ്പോഴുള്ള ആ മാനസികാവസ്ഥ എല്ലാം അവരവർക്കറിയാം, അവരവരുടെ പ്രശ്നങ്ങളുടെ ഇത്. അതെല്ലാം പരിഹരിക്കപ്പെടണമെങ്കിൽ അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഇത് എന്നുള്ളതാണ് പറയാനുള്ളത്. വേറെ ഒട്ടും പോകണ്ട. ഈ ഒരു സാർ പറയുന്ന പോലെ പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, നമുക്ക് സ്വന്തം ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പൊ എല്ലാരും കോഴ്സിലേക്ക് വന്നാലാണ് അതിന്റെ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതൊരു എന്താ പറയാ ഇതിലേക്ക് വിളിച്ചു വരുത്തി അങ്ങനെയല്ല. നമ്മള് സ്വയം വരിക, നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ എന്തായാലും പ്രാക്ടീസ് മുടക്കരുത്. ഞാനും ചില ദിവസങ്ങളിലൊക്കെ മുടങ്ങിപ്പോവും, ചിലപ്പോൾ ഒരാഴ്ചയോളം എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഞാൻ ചെയ്യും. ജേണൽസ്, അറ്റ്ലീസ്റ്റ് ജേണൽസ് എങ്കിലും. അതൊക്കെ വല്ലാണ്ട് നമുക്ക് ഒരു പേപ്പറും പേന എടുത്ത് എഴുതുക എന്നുള്ളതിലുപരി നമുക്കപ്പോ കിട്ടുന്ന ആ ഒരു ഇതില്ലേ, നമ്മളെ മൈൻഡിലപ്പോ ഭയങ്കര ചേഞ്ചസ് ഉണ്ടാക്കുക. അത് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോ പറഞ്ഞിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല, എത്രത്തോളം മനസ്സിലാവും അറിയില്ല. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ എഫക്റ്റ് കിട്ടുക. അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നൊക്കെ പറഞ്ഞ സംഭവം എഴുതുമ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര എഴുതാൻ മടിയുള്ള ഒരാളാ. അപ്പൊ ഞാൻ വിചാരിക്കും എന്റെ പൊന്നെ ഇത് എന്താ. പക്ഷെ ആ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എനിക്ക് മെന്റർ നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുമല്ലോ ജേണൽ. അപ്പൊ ഈ സംഭവം ഞാൻ എഴുതുമ്പോൾ ഇതെന്താ, ഇത് നമുക്ക് കിട്ടിയിട്ടില്ല, ഇത് നമുക്ക് കിട്ടണം, ഇതിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. അപ്പൊ ഞാനത് മാറ്റി വേറെ അടുത്ത എന്താണോ കിട്ടേണ്ടത് അത് എഴുതാൻ തുടങ്ങി. അപ്പൊ നമുക്കതൊക്കെ കിട്ടുകയാണ്, നമ്മൾ അതിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഒരാൾക്ക് വരുമ്പോ നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോ ഹേയ് ഇത് വെറുതെ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു വേറെ ഇതായിരിക്കും എന്നൊക്കെ ചിന്തിക്കും. നമ്മളെ ഇത് ട്രിക്കി ആണല്ലോ നമ്മളെ മൈൻഡ്. പൊതുവെ നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുക. പക്ഷെ ഞാൻ പറയാം, നമ്മളെ ലൈഫിൽ റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും. അപ്പൊ ആ റിസൾട്ട് കിട്ടാൻ വേണ്ടി എല്ലാ മേഖലയിലും ഞാൻ പറഞ്ഞില്ലേ, ഹെൽത്ത് ഇഷ്യൂവിൽ ഞാൻ വന്നിട്ട് ചൈൽഡ്ഹുഡ് ട്രോമയാണ് നിങ്ങളെ ഹെൽത്ത് ഇഷ്യൂ, ഈ ഒരു ഹെൽത്ത് ആൻസൈറ്റിയിലേക്ക് കൊണ്ടുവന്നെന്നുള്ളത് എന്നോട് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെഷനിൽ. 2ാമത്തെ 3ാമത്തെ ക്ലാസ്സിൽ സാർ എന്നോട് ഇയാൾ ഇങ്ങനെയല്ലേ, ഇയാൾ അങ്ങനെയല്ലേ എന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഈ കൈ നോക്കി പറയുന്ന പോലെ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ റൂട്ട് ശരിയാണ്, വഴി തെറ്റിയിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താ പറയാ, നമ്മുടെ പ്രശ്നങ്ങള് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ട്രോമാസ് കിട്ടും എന്താന്നുള്ളത്. അപ്പോൾ നമ്മളതൊക്കെ ഹീൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് 100% റിസൾട്ട് കിട്ടുന്നുള്ളതാണ് എല്ലാ മേഖലയിലും. കാരണം റിലേഷൻഷിപ്പിലൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കാരണം ആ ഒരു സംഗതിയിലൊക്കെ എനിക്ക് അത്ഭുതം എന്നാണ് പറയണ്ടത്. എന്താ പറയാ, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മളൊന്ന് അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത ഒരു വ്യക്തിനോട് അയ്യോ സോറി നമ്മൾ അങ്ങനെ വന്ന, നീ എന്നോട് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഒന്നല്ലല്ലോ പറഞ്ഞേ. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ അവർക്ക് ഫോർഗിവ്നെസ് കൊടുക്കല്ലേ, നമ്മൾ മൈൻഡിലല്ലേ ചെയ്യുന്നേ.
പക്ഷെ അവർക്ക് അതിന്റെ അവിടെ റിസൾട്ട് വന്ന നമ്മളെ അടുത്തേക്ക് അതിന്റെ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ. അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ലേ വളരെ പോസിറ്റീവായിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത് വന്നു അല്ലേ? ആ പിന്നെ അപ്പോ അത് വന്നപ്പോഴും ഞാൻ ഇവിടുന്ന് സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞു ഇതൊക്കെ EFTയിൽ ഉള്ള കാര്യങ്ങളാണ് എന്ന് പറയുമ്പോഴും എന്നെ മോക്കിയാൻ ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, അതെ. അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം എന്താണ് നമ്മള് വീണോടത്തുനിന്ന് നമ്മളെ പിടിച്ച് കയറ്റി. എനിക്ക് ഒരുപാട് താങ്ക്ഫുൾ ആണ് ഞാൻ EFTയിലുള്ള. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മെന്റേഴ്സ് നമ്മുടെ ടീം എങ്ങനെ ഉണ്ടായിരുന്നു? ടീമിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാനായിട്ട് മെന്ററിനെ ചൂസ് ചെയ്തതാണ്. ആക്ച്വലി ആശ്ര മാം ആയിരുന്നു. ഭയങ്കര എന്താ പറയാ, ആള് ഭയങ്കര കാമാണ്. ഞങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ കാമാവാൻ എങ്ങനെയാ പറ്റുകയെന്നുള്ളത്. എത്ര വെറുപ്പിച്ചാലും പ്രശ്നമില്ല ആൾക്ക്. ആള് ഭയങ്കര കുറെയൊക്കെ ആ പേഷ്യൻസ് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റൂ കേട്ടോ. കാരണം ഇതൊക്കെ ചെയ്തിട്ട് വളരെ എന്താ പറയാ ഉഷാറായിട്ട് കൊണ്ടുപോയി നമ്മളെയൊക്കെ. നമ്മളെ ആ ഒരു ഗ്രൂപ്പ് തന്നെ അടിപൊളിയാണ്. ഇപ്പൊ കുറച്ച് ആക്റ്റീവ് അല്ല, പക്ഷെ എന്നാലും. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു സെഷനോട് കൂടിയിട്ട് എല്ലാവരും ഇത് വന്ന് കാണും. അപ്പൊ സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് ഒക്കെ ആക്റ്റീവ് ആയിക്കോളും. അതെ. തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ എന്താ പറയുക, ആ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരാളാണല്ലോ. ഇന്നിപ്പം നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ ആണ് ഇവിടെ നടക്കുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി, ഹീലിംഗ് ജേർണി, സക്സസ് ഇന്റർവ്യൂ ആണ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ഫോർ ദ ജേർണി യു ഹാവ് ടുക്ക്. അതെ. തീർച്ചയായിട്ടും ഇനി ആരോടെങ്കിലും പ്രത്യേകിച്ച് സ്പെഷ്യലി നന്ദി പറയാനുണ്ടെങ്കിൽ നന്ദി പറയാം. ഡു യു വാണ്ട് ടു ഷെയർ എനിത്തിങ് ലൈക്ക് ആസ് എ ഗ്രാറ്റിറ്റ്യൂഡ്? ആരുടെ എന്തെങ്കിലും ഇപ്പൊ മെന്റേഴ്സ് കൂടുതൽ എന്താ പറയാ നന്ദി പറയാനുള്ള ഇൻസ്പയർസ് അക്കാദമി എന്ന് തന്നെ പറയാം. സാറിനോട് പ്രത്യേകിച്ച്. സാറിന്റെ ക്ലാസ്സസ് ഒക്കെ അടിപൊളിയാണ്. അപ്പൊ സാർ ഇടക്ക് പറഞ്ഞു ഇനി ഞാൻ അങ്ങനെ ക്ലാസ്സിനൊന്നും എല്ലാരെയും കൂടെ മേർജ് ചെയ്തിട്ടാണ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു 1 man ഷോ തന്നെയായിരുന്നു നല്ലതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ സാറിന്റെ ക്ലാസ് അടിപൊളിയാണ്. ഞങ്ങളെല്ലാരും പറയുന്നൊരു കാര്യം, സാറിന് ഇരുത്താൻ പറ്റുന്നുണ്ട്. വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ ഇരിക്കുമ്പോ സത്യം പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ ഞാൻ എണീറ്റ് പോവാറുണ്ട്, സിൻസിയർലി. പക്ഷെ സാറിന്റെ ക്ലാസ് ആണെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ നടന്നാലും നമ്മൾ അതിലിരിക്കും. താങ്ക് യു സോ മച്ച്. ആൻഡ് പറഞ്ഞതുപോലെ ഇനി നമ്മുടെ ടീം ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്താ പ്രാക്ടീസ് ചെയ്തത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഓഡിയൻസിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. എനി ക്വസ്റ്റ്യൻസ് യു ഹാവ്, എനിബഡി, അതായത് ഇപ്പം നാജിയ പ്രാക്ടീസ് ചെയ്തതിൽ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുന്നത്? ഇപ്പൊ സെൽഫ് ലവിനെ പറ്റി പറഞ്ഞു, മിറർ പ്രാക്ടീസിനെ പറ്റി പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന മെത്തേഡിനെ പറ്റി പറഞ്ഞു, ഓപ്പൺ മെത്തേഡിനെ പറ്റി പറഞ്ഞു, ട്രോമ ഹീലിംഗിനെ പറ്റി പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞു, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞു. ഷി ഹാസ് എക്സ്പ്ലെയിൻ മെനി തിങ്സ്. ഫോർഗിവ്നെസ്സിനെ പറ്റി പറഞ്ഞു. സോ അതിലൊക്കെ ബെനിഫിറ്റ്സ് കിട്ടിയതിനെ പറ്റി പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യു കൻ ആസ്ക് എനി ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങളുടെ ടൈമാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യും. എനിബഡി വാണ്ട്സ് ടു ആസ്ക് എനിത്തിങ് സ്പെസിഫിക്കലി, എങ്ങനെയാ പ്രാക്ടീസ് ചെയ്തത്, എന്താ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഹലോ. ചോദിച്ചോളൂ. ഓക്കെ മാഡത്തിന് ഒരു ഹീലിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ എത്ര സമയമെടുത്തു? ഹീലിംഗിന്റെ റിസൾട്ട് ആണോ ഉദ്ദേശിച്ചത്? അതെ. ഹീലിംഗിന്റെ റിസൾട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് തന്നെ കിട്ടി. നമ്മൾ ഓരോ ട്രോമാസും നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് ഹീലായോ നമ്മൾ എങ്ങനെയാ റിയലൈസ് ചെയ്യുന്നത്? നമുക്കത് സാറ് മെന്റേഴ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നമുക്കൊരു ട്രോമ എടുത്ത് നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ആ ഇമോഷൻസ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യല്ലോ, എഗെയിൻ എന്നിട്ട് പിന്നെയും നമ്മൾ ഹീൽ ചെയ്യല്ലോ. അപ്പോൾ ആ ഇമോഷൻസ് കട്ടായി കഴിഞ്ഞാൽ അതിനർത്ഥം ആ ട്രോമ ഹീലായി എന്നാണ്. അതായത് ഇപ്പൊ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്കിപ്പോ ഹീലിംഗ് നജിയോട് ഷെയർ ചെയ്തൊരു കാര്യം, ഹീലിംഗിലേക്ക് വരുമ്പം ശരിക്കും എന്താ വെച്ചാല് നമ്മൾ ടാപ്പ് ചെയ്ത് നമ്മൾ പ്രോബ്ലം എടുത്തിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏതൊരു ഇഷ്യൂ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒരു ഇമോഷൻ ഉണ്ടാവും, ഒരു പെയിൻ. അല്ല, ആ ഇമോഷൻ 10-ൽ 10 ആണെങ്കിൽ അത് ടാപ്പ് ചെയ്ത് ഓരോ റൗണ്ട് ടാപ്പ് ചെയ്ത് ഇങ്ങനെ ഹീൽ ചെയ്തതിനു ശേഷം അത് സീറോയിലേക്ക് എത്തും. സീറോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ
ഈ ഇമോഷൻ നമ്മൾ വീണ്ടും എടുക്കുമ്പം അത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അത് സീറോ ആണ്. അതെ. ഓക്കെ. സോ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടി. അത് പെട്ടെന്ന് തന്നെ കിട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. ലൈക്ക് വിത്തിൻ 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് അല്ലേ? ഓരോ ട്രീറ്റ്മെന്റിലും. അതെ. പിന്നെ ചില ട്രോമാസ്, വലിയ ട്രോമാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മൊത്തം ടയേർഡ് ആവും, നമ്മൾ ഭയങ്കര ഡൗൺ ആവും. അപ്പൊ നമ്മൾ ഓർക്കും, ഓ ഇത് പിന്നെ ഇത് നമ്മളെങ്ങനെ നമ്മളിലേക്ക് അത് വന്നോ, തിരിച്ച് കൂടുതലായിട്ട് എഫക്ട് ചെയ്തതാണോ എന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷെ അല്ല, ഞാൻ പറഞ്ഞില്ലേ, അത് പിറ്റേ ദിവസം ഒരു നേരം പുലർന്ന് നമ്മൾ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് നമ്മൾ ഓക്കെ ആവും. അത് നമ്മൾ പറയാറില്ല എങ്ങനെയാണ്, ആയുർവേദത്തിലുള്ളത് പോലെയാണ്. എന്ന് വെച്ചാൽ ആയുർവേദ ചികിത്സയ്ക്ക് എന്ന് വെച്ചാൽ ഒരു മുറിവുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു മുറിവുള്ളതാണെങ്കിൽ, പഴുത്ത് ഇങ്ങനെ നിൽക്കുന്ന മുറിവാണെന്നുണ്ടെങ്കിൽ, അത് ആയുർവേദ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം അങ്ങോട്ട് ഇതാകും, മുറിവ് ഒന്നുകൂടി വല്ലാണ്ട് മുറിവാകും, എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഉണങ്ങും. അതായത് കെടുന്നതിന് മുൻപ് ആളിക്കത്തുക എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ എന്താ വെച്ചാൽ നമ്മൾ അത് ടോക്സിൻസ് പുറത്തു വരുന്നതാണ്. അപ്പോൾ ടോക്സിൻസ് പുറത്തു വരുന്ന സംഗതികളാണ് നമ്മുടെ ഓരോ ട്രോമ സംഗതികളും, സൈഡ് എഫക്ട്സ്. അപ്പോൾ അത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അതിന് ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ പനി ഉണ്ടാവും, ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ലൂസ് മോഷൻ സംഭവിക്കും, ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ വൊമിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഇങ്ങനെ ടയർഡ്നെസ് വരും, ചില വല്ലാണ്ട് വിയർക്കും, അങ്ങനെ പലതരത്തിലുള്ള സംഗതികൾ ഉണ്ടാവും. എനിവേ അതാണെന്ന് വെച്ചാൽ നല്ല ഇന്റൻസ് ട്രോമ എടുക്കുമ്പോൾ ബോഡിക്ക് ടോക്സിൻസ് റിലീസ് ചെയ്യാൻ പല മെത്തേഡുകൾ ഉണ്ടാവും, അത് സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യു വിൽ സെറ്റിൽ ഡൗൺ. അത് മേ ബി ഒരു 1 day 1.5 day ഒക്കെ ഉണ്ടാവുള്ളത്. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സെറ്റിൽ ഡൗൺ ആയിട്ട് മാക്സിമം കഴിഞ്ഞിട്ട് ആൾ ക്ലിയർ എടുത്ത് വെച്ചു. പറഞ്ഞോളൂ. വേറൊരു കാര്യമുള്ളത്, എനിക്ക് വല്ലാത്തൊരു ഇത് കിട്ടിയൊരു കാര്യം എന്താ വെച്ചാൽ, കുറെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടെന്നല്ലേ സാറ് നമ്മളോട് പറയല്, എത്രയോ ഒരു എമൗണ്ട് ഓഫ് ലിമിറ്റിംഗ്. 40,000 ലിമിറ്റിംഗ് ബിലീഫ്സ്. അതെ. അപ്പൊ നമുക്കിപ്പം ഇപ്പൊ എനിക്ക് കുറെ ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മളെപ്പോഴും ഇടങ്ങാറാക്കുന്ന കുറെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാവുമല്ലോ, നമ്മളെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ എടുത്ത് നമ്മൾ കളയുമ്പോൾ ഭയങ്കര ഇതാണ് നമുക്ക് കിട്ടുക. ലൈക്ക് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് ഈവനിങ്സ് ഇഷ്ടമല്ലായിരുന്നു. ഒരു ഈവനിങ് ഇല്ലേ, ഒരു 5 to 7 ആ ഒരു ടൈമില്ലേ, അതെനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ സമയം, നമ്മളിങ്ങനെ ഇത്ര ഡിസ്റ്റൻസ്, കാലിക്കറ്റ് ടു എറണാകുളം ആണല്ലോ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ വീടും നമുക്കിങ്ങനെ ഓർമ്മകളൊക്കെ വന്ന്, അതും പിന്നെ എൻ്റെ ലൈഫിലെ ഒരുപാട് മരണങ്ങളൊക്കെ, എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഒക്കെ നടന്നതൊക്കെ ഈവനിങ് ആണ് അവരുടെ മെയിൻ സംഗതികൾ. അപ്പം എന്ന് വെച്ചാൽ നമ്മളെ ലൈഫിൽ നടന്ന പല സംഗതികൾ ആ സമയത്താണ്ട് ഇനി ആയിരിക്കണം ആണെന്നാണ് മനസ്സിലാക്കിയത്. ആ ടൈം എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല, ഈവനിങ് ടൈം. എനിക്ക് ആ സമയത്താണ് ബുദ്ധിമുട്ടുകളും എനിക്ക് ഭയങ്കര ചിന്തകളും ഭയങ്കര വിഷമവും ഒക്കെ വരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഒരു ട്രോമ ഹീലിംഗ് സെഷനിൽ എന്നോട് മാം പറഞ്ഞു, ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് എടുത്ത് നമുക്ക് അങ്ങോട്ട് ഹീൽ ചെയ്ത് കളയാം. സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് ശേഷം ഈവനിങ്സ് ഇഷ്ടമായി തുടങ്ങി. ഓക്കെ, കാരണം ആ ഒരു ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആ ഒരു ടൈം അല്ലേ. പക്ഷെ മാനസികമായിട്ട് നമ്മളെ പല ഇതുകൊണ്ടും നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളത് നമ്മൾ എടുത്തത് ഹീൽ ചെയ്ത് നമ്മൾ മാറ്റിയപ്പോൾ നമ്മളെ ട്രോമാസ് മാത്രമല്ല, ഇങ്ങനത്തെ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സും കൂടി നമ്മളിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് വേറെ ലെവലിലേക്ക് നമ്മൾ പോവാം. ഒരു വൈകുന്നേരം ഇഷ്ടപ്പെട്ടു തുടങ്ങി, വൈകുന്നേരത്തെ ആ ഒരു ടൈം ഒക്കെ അങ്ങനെ തന്നെ. നമുക്ക് ഇന്ന സമയം എന്നില്ലല്ലോ, മോർണിംഗ് പോലെ തന്നെ രസമല്ലേ ഈവനിങ്ങും. പക്ഷെ ഈവനിങ് ആകുമ്പോൾ ഒരു വിഷമായിരുന്നു, അത് മാറിക്കിട്ടി. അതുപോലെ ഓരോന്നും ലിമിറ്റിംഗ് ബിലീഫ്സ് അങ്ങനെ ഓരോന്നും നമുക്കറിയാം നമ്മളിലുള്ള എന്താണ് എന്നുള്ളത്, വേറെ ആർക്കും അറിയാൻ പറ്റില്ല. ഒരു പരിധി വരെ മെന്റേഴ്സിനും സാറിനൊക്കെ മനസ്സിലാക്കാൻ പറ്റും, എന്നാലും നമ്മൾ വേണമല്ലോ കുറെ നമ്മളുടെ കാര്യങ്ങൾ എടുക്കാൻ. അത് വല്ലാത്തൊരു ഇതുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ഫൈനലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അതായത് ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ലൈഫ് എന്താകുമായിരുന്നു? ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോയി ഇങ്ങനെ ഇരുന്ന് ലോങ് ടൈം 2-3-4 hours ഒക്കെ സിറ്റിങ്ങിനൊക്കെ ഇരുന്ന് എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ വട്ടായനെ എനിക്ക് തോന്നുന്നു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് എന്താ പറയാ പോയി ലൈഫിൽ ഈ ഒരു സ്ട്രഗിൾ ഇങ്ങനെ തുടർന്ന് പോയിട്ട് ലൈഫ് എന്നുവെച്ചാൽ നമുക്ക് കുട്ടികളുടെ ഭാവിനെ വരെ എഫക്ട് ചെയ്തേനെ ശരിക്കും പറഞ്ഞ.
നമ്മുടെ ഫാമിലി ലൈഫ്, കുട്ടികളുടെ ലൈഫ്, അടുത്ത തലമുറേനെ അവരെ എഫക്റ്റ് ചെയ്യും. കാരണം നമ്മള് ലേഡീസ് ആണല്ലോ ഓരോ വീടിന്റെയും ഇത്. അടിസ്ഥാനം അതെ, ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്നത്. എന്നോട് പറഞ്ഞ എനിക്ക് ചൂരിദാറാ വേണ്ട. ഓക്കെ, അവിടെ എന്തോ ഒരു എന്താ പറയാ, ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നല്ല ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പെരുന്നാൾ ഹലോ സാർ. ഓക്കെ, ശബ്ദം ചോദിച്ചോളൂ. എന്താണ്? ഇപ്പൊ ഇത്തങ്ങനെ ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എന്റെ അവസ്ഥ ആലോചിക്കും. ഞാൻ ഈ സെയിം സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോണത്. ഞാൻ ശബ്ദം എവിടെ സ്ഥലം? ഞാന് മലപ്പുറത്ത് വളയംകുളം. എനിക്ക് വളയംകുളം. ഭയങ്കര സങ്കടം, വിഷമൊക്കെ തോന്നും. ഇറ്റ്സ് ഓക്കെ ശബ്ദം. ഇതേപോലെ ആയിരുന്നു നജിയ. ഭയങ്കര വിഷമവും സങ്കടമൊക്കെ അല്ലേ നജിയ? ശരിയാണോ? അതെ. ഞാന് ഫസ്റ്റ് സാറിന്റെ സെഷനില് രണ്ടാമത്തെ ക്ലാസ്സിലാന്ന് തോന്നുന്നുണ്ട്, ഞാന് വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് ഭയങ്കര കരച്ചിലായി പോയിട്ടുണ്ട് ഞാൻ. കാരണം നമ്മൾ പറയുമ്പോൾ ഇതേ സിറ്റുവേഷനിൽ കൂടെ ആണല്ലോ ഞാൻ പോകുന്നതെന്ന് ഇതേപോലെ ഞാൻ ചിന്തിച്ചിട്ടേ ഞാൻ വിചാരിക്കണ എനിക്ക് മാത്രമാണ് ഇങ്ങനെ ഉള്ളൂ. അത് ഞാനും വിചാരിച്ചിരുന്നു എനിക്ക് മാത്രമാണ് ഇങ്ങനെയെന്ന്. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ ഇതിലും കൂടുതൽ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. ഇതിപ്പോ പറഞ്ഞ ഈവനിങ് എനിക്കും സെയിം അവസ്ഥ. എനിക്ക് ഇഷ്ടമല്ല ഈവനിങ് ആണത്. ഒരു ടൈം മുതൽ ഒരു ടൈം വരെ എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനൊക്കെ വരും. ശബ്നം, വിഷമിക്കേണ്ട. യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. ശരിയായ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത്. അപ്പൊ അപ്പൊ സാറിന്റെ കുറെ ക്ലാസ് ഒക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട്. കാരണം എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉള്ള കാരണം ഞാൻ അതിന്റെ മെഡിസിൻ കഴിക്കണോണ്ട് എനിക്ക് ഭയങ്കര ഉറക്കം വന്നിട്ട് ഫസ്റ്റത്തെ കുറെ ക്ലാസ് ഒന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ എനിക്കിപ്പോ അത് ആലോചിക്കുമ്പോ ഭയങ്കര റിഗ്രറ്റ് തോന്നുന്നു. ഞാൻ അത്ര സീരിയസ് ഒക്കെ എടുക്കാൻ എന്റെ കുറ്റം കൊണ്ടല്ല, എനിക്ക് തീരെ പറ്റാത്തോണ്ടാണ്. ഐ അണ്ടർസ്റ്റാൻഡ്. ഡോണ്ട് വറി. നമ്മുടെ ക്ലാസ്സിന്റെ റെക്കോർഡ്സ് അവൈലബിൾ ആണല്ലോ. റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഇനിയുള്ള ദിവസങ്ങളിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം. ഇത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ ചില കോഴ്സ് ചെയ്തവരുണ്ടാകും, അല്ലെങ്കിൽ എന്താ പറയുക, ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവാം, ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടാവും, ഈ പ്രശ്നത്തിലൂടെ കടന്നു വന്നു. ശബ്നം, യു ആർ നോട്ട് അലോൺ. ഒറ്റയ്ക്കല്ല. ഇതേപോലെയായിരുന്നു നാജിയ. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ തിരിച്ചു കൊണ്ടുവരും. വേറെ വിഷമിക്കേണ്ട. ഞാൻ എപ്പോഴും ഹീലിംഗിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ, ഹീലിംഗ് ഇസ് എ പ്രോസസ് ഓഫ്, ഇറ്റ്സ് എ ജേണി. ഒരു ജേണിയാണ്. അപ്പൊ നമ്മൾ അതെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല ശബ്ദം. ഓക്കെ, ആണ്. ചിലപ്പോൾ എന്താ വെച്ചാൽ ഒരു മാസം എടുക്കും. ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് സ്കിപ്പ് ആവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ മൈൻഡിനോട് പറയേണ്ടത് ഇറ്റ്സ് ഓക്കെ. ആൻഡ് ദാറ്റ് ഈസ് ആൾസോ ഇത് സൈഡ് എഫക്ട് ഓഫ്, ശബ്ദം പറഞ്ഞ പോലെ തന്നെ സൈഡ് എഫക്റ്റ് ആണ്. നമ്മൾ കടന്നുപോയ ട്രോമ അത്രയും പെയിൻഫുൾ ആണ്. ഇതൊരാളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണില്ല എന്താണ് സിറ്റുവേഷൻ. ഐ അണ്ടർസ്റ്റാൻഡ്. കാരണം ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഐ ഹാവ് ഗോൺ ത്രൂ സിവിയർ ട്രോമ, ഭയങ്കരമായിട്ടുള്ള പെയിനിലൂടെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ലൈക്ക് നജിയ നേരത്തെ ഒക്കെ പറഞ്ഞല്ലോ, എന്റെ ക്ലാസ് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ ഹാവ് ഗോൺ ത്രൂ ലോട്ട് ഓഫ് ട്രോമ. അതായത് നിങ്ങളൊക്കെ അനുഭവിക്കുന്നത് പോലെ ഐ ഹാവ് ഗോൺ ത്രൂ ലോട്ട് ഓഫ് പെയിൻ. എനിക്കത് പറയുന്നതിന് ഒരു മടിയില്ല. ചില ആൾക്കാർ എന്നോട് പറയും, നിങ്ങൾ സാറാണ് പറയരുതെന്നൊക്കെ പറയും. നോ, ഐ ഹാവ് ഗോൺ ത്രൂ ആൻഡ് ഐ എം എ സോളിഡ് പ്രൂഫ്. എൻ്റെ ലൈഫ് പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും പല പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയി തിരിച്ചു പിടിക്കുകയും ഹീലിംഗ് എന്ന് പറയുന്നത് എന്നെ എത്രയോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വളരെ ജെന്യുവൻലി എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല. ആൻഡ് ദാറ്റ് മേക്സ് മീ വൺ ഓഫ് യു. അത് ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് എന്താ പറയുക, നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് എന്നെ എന്താ പറയുക പരിഗണിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും, നിങ്ങൾ എന്താണോ കടന്നു പോകുന്നത് എനിക്ക് പരിപൂർണമായിട്ട് അറ്റ്ലീസ്റ്റ് എന്താ പറയുക മനസ്സിലാകുമോ എന്നൊന്നും ഞാൻ പറയാൻ പറ്റില്ല. കാരണം അവനവന് കടന്നു പോകുന്നത് അവനവന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ശബ്ദം, whatever you are going through, I understand. Even though I cannot say I understand it, but I completely എന്താ പറയുക അത് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അപ്പൊ വിഷമിക്കേണ്ട, ഒറ്റയ്ക്കല്ല. നിന്നെ പോലെ തന്നെയായിരുന്നു ഞാനും, ഷബ്നയെ പോലെ തന്നെയായിരുന്നു ഞാനും, നാജിയും, അതേപോലെ ഇതിനു മുൻപ് വന്നിട്ടുള്ള പല ആൾക്കാരും. ഇവിടെയുള്ള ഓരോ വരുമ്പോ ഒറ്റക്കല്ല എന്നുള്ള ഒരു ഇത് നമുക്ക് കിട്ടും. ഒറ്റക്കല്ല, കൂടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഷാഫി സാറും മെന്റേഴ്സും ഒക്കെ. സോ
അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഡോണ്ട് വറി, നിങ്ങൾ വീണ്ടും യാത്ര തുടരുക. നമ്മൾ പലപ്പോഴും ചിലപ്പോൾ നിന്നേക്കാം, ചിലപ്പോൾ 2 ദിവസം സ്റ്റോപ്പ് ആയേക്കാം. എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം എന്നൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ചിലപ്പോൾ മെൻറ്റേഴ്സ് അങ്ങനെ പറഞ്ഞു എന്ന് വരും, ചിലപ്പോൾ നമുക്ക് പറ്റിയില്ല എന്ന് വരും. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ശബനം, ഓ ഇറ്റ്സ് ഓക്കെ, യു മിസ്ഡ് സം ക്ലാസ്സസ്. ഇറ്റ്സ് ഉം. ഓക്കെ എന്ന് പറഞ്ഞ് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ ഒരു ചെറിയൊരു സുഖം കിട്ടും, ഒരു ചെറിയൊരു സമാധാനം കിട്ടും. ആ സമാധാനത്തിൽ നിന്ന് ഒരു ചെറിയൊരു ഹോപ്പ് ഡെവലപ്പ്, ഒരു പ്രതീക്ഷ. ഞാൻ നല്ലതാണ്, ഇറ്റ്സ് ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിക്കും, സാരമില്ല എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ശക്തി, ഉള്ളിൽ നിന്ന് ചെറിയൊരു ആശ്വാസം. ആ ആശ്വാസം ഒരു ചെറിയൊരു ഊർജം നൽകും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളതിന് പകരം നമ്മളെ ബ്ലെയിം ചെയ്ത്, ഞാൻ ചെയ്തില്ലല്ലോ, ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ, ഇനിയിപ്പോൾ നാജിയയുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ചെയ്യാമായിരുന്നു എന്ന ഗിൽറ്റിലേക്ക് ഇനി പോകണ്ട. ഉം. ഗിൽറ്റ് കൊണ്ട് നമ്മൾ വീണ്ടും കൂടുതൽ നമ്മൾ വീക്ക് ആവുള്ളൂ. അതിന് പകരം പറയാം, ഇറ്റ്സ് ഓക്കെ, വട്ട് എവർ ഐ ഹാവ് ഗോൺ ത്രൂ, ഐ നോ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ്, ആൻഡ് ഇറ്റ്സ് ഓക്കെ, ആൻഡ് ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറഞ്ഞ് സ്വന്തത്തോട് മാപ്പ് ചോദിച്ച് പതുക്കെ 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 തിരിച്ചു വന്ന് പതിയാണ് ഇത് വരിക. അങ്ങനെ പതുക്കെ പതുക്കെ വന്നാൽ മതി. ഇറ്റ്സ് ഓക്കെ, ആസ് ലോങ് ആസ് യു ആർ ശബ്ദം ഇപ്പോഴും ഈ സെഷനിൽ ഇരുന്നില്ലേ, ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് യുവർ ജേർണി. ദിസ് ഈസ് യു ആർ ഓൾറെഡി ഡൂയിങ് ഇറ്റ്. ശബ്ദം, യു ഡിഡ്ന്റ് ക്വിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, യു ആർ ഓൾറെഡി ഡൂയിങ് ഇറ്റ്. സോ കൺഗ്രാറ്റുലേഷൻ, യു ആർ അറ്റ് ദ റൈറ്റ് ട്രാക്ക്. താങ്ക് യു സർ. യാ, സോ ഫീൽ ദാറ്റ് ഒരു ഇപ്പൊ തന്നെ ഒരു ബെറ്റർ ഫീലിംഗ് ഇല്ലേ? അതെ, ഇത്തട അതൊക്കെ കേട്ടപ്പോ ഭയങ്കര യാ, സോ ഒരു സന്തോഷം. ഉണ്ട് ഒരു എന്താ പറയുക. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ഹോപ്പ് കൊടുത്ത്, നമ്മൾ എപ്പോഴും നമ്മളൊരു കുഞ്ഞു കുട്ടിയെ നമ്മൾ എല്ലാവരോടും പറയാണ്, ഹീലിംഗ് എന്ന് പറയുന്ന ജേണി, നമ്മൾ ആ ഹീലിംഗ് ജേണിയിൽ നമ്മൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി മക്കളോട് 3-4 വയസ്സുള്ള മക്കളോട് 2-3 വയസ്സുള്ള മക്കളോട് നമ്മൾ എങ്ങനെയാണോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സമാധാനിപ്പിച്ച് അവരെ സ്നേഹിപ്പിച്ച് അവർ വിഷമിച്ചിരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ സ്ട്രെങ്ത് കൊടുത്ത് തിരിച്ചു കൊണ്ടുവരില്ലേ, സാരമില്ല മോനെ, നമുക്ക് അടുത്ത എക്സാം നോക്കാം, അല്ലെങ്കിൽ വിഷമിക്കേണ്ടെന്ന്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഒരു കുഞ്ഞു മോനുണ്ട് അല്ലെങ്കിൽ മോളുണ്ട്, പെയിൻ അനുഭവിക്കുന്നു. അപ്പൊ സോ ആ പെയിൻ അനുഭവിക്കുന്ന കുഞ്ഞു മോന് കുഞ്ഞു മോള് ആ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ആ കുഞ്ഞു മോനെ ഇറ്റ്സ് ഓക്കെ, സാരമില്ല, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച്, നമ്മളെ സമാധാനിപ്പിച്ച് ജെന്റിലായി സംസാരിച്ച്, നമ്മളോട് ഒരിക്കലും നീ എന്താ ഇങ്ങനെ ചെയ്യാത്തേ, നീ എന്താടോ ഇങ്ങനെ, നീ എന്താടോ നന്നാവാത്തേ, നീ എന്താ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത്, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, നിന്നോട് എല്ലാവരും പറയുന്നത് കേട്ടില്ലേ, നിനക്ക് എന്താ നാണമില്ല എന്ന് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുകയും നമ്മളിൽ നിന്ന് നമ്മളുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മുടെ ആത്മാവ് ആ ഒരു എന്താ പറയുക, നമ്മൾ അകന്നകന്ന് പോവുക ചെയ്യും. മറിച്ച് നമ്മളോട് അടുത്തടുത്ത് വന്ന് നമ്മളുമായിട്ട് നല്ലൊരു എന്താ പറയുക ഒരു സൗഹാർദ്ദം, ഒരു സേഫ് സ്പേസ് നമ്മുടെ ഉള്ളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ദാറ്റ് ഇസ് എ സീക്രട്ട് ഓഫ് ഹീലിംഗ്. ഒരു സേഫ് സ്പേസ് നമ്മൾ കൊടുക്കണം. നമ്മളത് കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ശബനം, ഓക്കെ സാർ. യു ആർ അറ്റ് ദ റൈറ്റ് ട്രാക്ക്, ഡോണ്ട് വറി. ഇപ്പൊ ഇവിടെ ഇരിക്കുമെങ്കിലും എന്താ പറയുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. സോ യു ആർ ലക്കി, യു ആർ ഓൾറെഡി ലക്കി, യു ആർ ഓൾറെഡി ബ്ലെസ്ഡ്. പിന്നെ പല ആൾക്കാരും ഇന്നിപ്പോൾ ഇരിക്കാൻ പറ്റില്ല. ഇന്നത്തെ സെഷൻ ശരിക്കും യൂസ്ഫുൾ ആയി. നാജിയ, കൺഗ്രാറ്റുലേഷൻ, യു ഹാവ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. താങ്ക് യു സർ. സോ ദിസ് ഈസ് ഞാൻ എപ്പോഴും പറയും, നമ്മളെപ്പോഴും പറയുന്നത്, ഒരാൾ ഈ സെഷൻ കേട്ടിട്ട് അവരുടെ ലൈഫിൽ വലിയൊരു എന്താ പറയുക ചേഞ്ച്, ഒരു ടേണിംഗ് പോയിന്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ that itself is enough. We are successful what we are doing, and we have done it. So the credit goes to you. Thank you for coming. Thank you for joining, and thank you for sharing your story. And it's not easy. Like നമ്മുടെ പെയിൻ ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, കാര്യങ്ങൾ ഇത്രയും പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിന് മുമ്പിൽ വന്നിട്ട് ഷെയർ ചെയ്യാന്ന് പറയുന്നത്, it's not that easy. From a victim person to a survivor, now you are going to become an achiever in coming months and years. And I'm really grateful for all your effort. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനൊക്കെ അപ്പുറത്ത് നിങ്ങളിൽ വർക്ക് ചെയ്യുന്ന, എഫേർട്ട് ഇടുന്ന, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ഒരു ഈവൻ ദോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോലും, ഈവൻ ദോ ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അതിനും ബിയോണ്ട് അപ്പുറത്തേക്ക് പോയിട്ട് ഫിയർ ഉണ്ടെങ്കിലും ഹീലിംഗ് ചെയ്യാനടക്കം ഒക്കെ ബിയോണ്ട് അപ്പുറത്തേക്ക് നമ്മൾ അതിന് എഫേർട്ട് ഇടാൻ നിങ്ങൾ കാണിച്ച ഒരു മനസ്സിന്, and that's made you successful, and that gave you this healing and transformation. And I'm really, really grateful, and I'm really grateful for your family as well, for your kids as well. കാരണം എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് പലതും അറിയാത്തത് കൊണ്ട് ചില തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും they really care about you. They truly
understand you, they truly love you. That's why they are there to support you in a way they can, and they are understanding you. സോ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ അവർക്കും ഇത്തരത്തിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ പാർട്ടാവട്ടെ. പിന്നെ ഇതിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുള്ള ഉമ്മയാണ് നിങ്ങളെ ഇതിലേക്ക് ഇങ്ങനെ തുടക്കത്തിൽ ചെയ്തത്. അതേപോലെ തന്നെ ഉമ്മാറിന്റെ മറ്റേ ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ട്. മറ്റേ ഫേസ് ടു ഫേസ് നിങ്ങളെ ക്ലാസ്സസ് ഉണ്ടാവാറുണ്ടല്ലോ ഇടയ്ക്ക്. ഡയറക്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ മറ്റേ മീറ്റപ്പ് മോറയിൽ വെച്ചിട്ടാണോ ആ മീറ്റപ്പ്? അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മീറ്റപ്പ് ഒന്നും പിന്നെ സാർ കണ്ടക്ട് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ബീച്ചിൽ വെച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കണ്ടക്ട് ചെയ്തിട്ടില്ല. ബട്ട് ഇറ്റ് വിൽ ഹാപ്പൻ. അധികം വൈകാതെയൊക്കെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഓക്കെ. കുറച്ച് എന്താ പറയുക തിരക്കുകൾ ഉണ്ടായിരുന്നു, പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എന്താ വെച്ചാൽ ഐ ഹാവ് ടു, ഞാനൊരു എന്താ പറയുക വിദേശ യാത്രയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വൺസ് ഐ കം ബാക്ക് വി വിൽ ഡു ദിസ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നല്ല രീതിയിലേക്ക് ആവട്ടെ. പിന്നെ നിങ്ങൾ ഇതിലേക്ക് എത്തിച്ചിട്ടുള്ള ജസീല, അതേപോലെ തന്നെ ശരത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്ന നമ്മുടെ ടീം മെമ്പേഴ്സ്, പിന്നെ ഇവിടെയുള്ള ഓരോ ടീം മെമ്പേഴ്സും ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ഓൾ ദീസ് ഓഡിയൻസ്, നിങ്ങളോട് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ദിസ് ഇസ് എ വണ്ടർഫുൾ ജേർണി. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us, ആൻഡ് ദിസ് ഇസ് എ ന്യൂ പ്ലാറ്റ്ഫോം. സ്കൈലറിന് വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യണം, നിങ്ങളെല്ലാവരും നല്ല രീതിയിലേക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ എന്താ പറയുക നമ്മുടെ ടീമിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് സപ്പോർട്ടറാണ് അസ്മ ഈസ് ഓൾവേസ് ദെയർ. ഇങ്ങനെ എന്താ പറയുക ഫയർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു അസ്മ, ആൻഡ് താങ്ക് യു ഫെബ്ന, താങ്ക് യു അനസ്, എവറിബഡി. എല്ലാവരും എന്ത് ചെയ്യാൻ നന്ദി അറിയിക്കുക. ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ സെഷന് നജിയ അവരോട് എന്ത് ചെയ്യുക നന്നായിട്ട് എന്താ വെച്ചാൽ നന്ദി അറിയിക്കുക. എല്ലാവരും ഒരു എന്താ പറയുക യു ജസ്റ്റ് പുട്ട് ഷോ യുവർ ലവ് ബൈ പുട്ടിങ് എ ലവ് ഇമോജി. നിങ്ങളുടെ ലവ് ഇമോജി ഇവിടെ ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇറ്റ് വാസ് വണ്ടർഫുൾ. ഓക്കെ, ഓൾ ദീസ് ലവ് ഈസ് ഹാപ്പനിങ് ഫോർ യു നജിയ. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരിവൺ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഇന്നത്തെ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ലിങ്ക് വരും, അത് നിങ്ങൾ എന്ത് ചെയ്യാം ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു ഫൈറൂസ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, sir. Thank you. Thank you, Maimunatha ma'am. Thank you so much. Jinesh. Thank you. Thank you, Shahid. Thank you. Thank you, sir. Thank you, sir. Thank you. Thank you. ഇന്നത്തെ താങ്ക്സ് കൊടുക്കുന്നത് നജിയക്കാണ്. Thank you, Najib ma'am. Thank you. Wonderful experience. Thank you. ഇനി ഒരുപാട് ആളുകളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കണക്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. സോ പറഞ്ഞ പോലെ അപ്പൊ എല്ലാവർക്കും അടിപൊളി. ഫൈനൽ ആയിട്ട് ഇനി എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ പറ്റും. ഫൈനൽ നോട്ട് ടു ഷെയർ എനിത്തിങ്? സാറ് ഇടക്കിടക്ക് ഞങ്ങളെ വന്നിങ്ങനെ എന്താ പറയാ ഒന്നും കൂടി ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഡെഫിനറ്റ്ലി വിൽ ഡു ദാറ്റ്. താങ്ക് യു സോ മച്ച്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഞങ്ങൾ EFT ചെയ്തവര് പ്രത്യേകിച്ച് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് മടി പിടിച്ച് ഇരുന്ന് പോവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്കായിട്ട് സാറിന്റെ ഒരു സ്പെഷ്യൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. വൺസ് ഇൻ എ മന്ത് ആയാലും മതി, കുഴപ്പമില്ല. തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നിങ്ങളെ പോലുള്ള ഓരോരുത്തരും ഇതേപോലെ നിങ്ങളുടെ പോലുള്ള ഓരോരുത്തർ വന്നിട്ട് സ്റ്റോറി ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്കും ഒരു മോട്ടിവേഷൻ. ഇപ്പൊ എനിക്ക് കുറച്ച് മോട്ടിവേഷൻ ആയിട്ടുണ്ട്. ലൈക്ക് ഓക്കെ. പിന്നെ സാറിന് ഇപ്പൊ ഞാൻ റംസാനും കൂടെ അല്ലേ, എത്ര ആൾക്കാരുടെ ലൈഫിൽ സാർ മാറ്റങ്ങൾ കൊണ്ടുവന്നതിനൊക്കെ അതിന്റെ പ്രതിഫലമൊക്കെ കിട്ടട്ടെ സാറിനും കുടുംബത്തിനും തീർച്ചയായിട്ടും എനിക്കും ആ ടീം മെമ്പേഴ്സിനും. അതെ, എല്ലാവരും എനിക്കും എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും എന്റെ മോൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാ, ദ്വാരിക്കണം, പ്രാർത്ഥിക്കണം. Alright, thank you everyone. Thank you so much. This is wonderful community. അതേപോലെ തന്നെ ഞാൻ റീസെന്റ് എന്താ പറയാ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ് വെച്ചാൽ, അത് ഞാൻ ജസ്റ്റ് പറയണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല, ബട്ട് എല്ലാ സ്റ്റുഡൻസിനോടും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരോടൊക്കെ ഞാൻ ഷെയർ ചെയ്യണം. വെച്ചാൽ ഞാനും എന്താ പറയാ ഇപ്പൊ റീസെന്റ് ഞാൻ ഉംറ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് ഉംറ ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ, എല്ലാവരുടെയും ലൈഫിൽ സമാധാനം ഉണ്ടാകട്ടെ. താങ്ക് യു. തീർച്ചയായിട്ടും ഉഷാറാവട്ടെ. താങ്ക് യു സോ മച്ച്.
തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് വട്ടവർ എന്താ പറയാ ജനറലി എല്ലാവർക്കും വേണ്ടിയിട്ട് വെച്ചാൽ we have done and we are doing our part. Our intention is so pure and everybody should get their life സാറേ, സാധിക്കട്ടെ. ഞാൻ ഈ ആദ്യമായിട്ട് ഒരു ഇതിലിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ പുതിയത് ജോയിൻ ചെയ്താണ്. അസ്മയായിരുന്നു എനിക്ക് ഇത് തന്നത്. ഞാനിപ്പോ നജിയ മാം പറഞ്ഞപ്പോ നജിയ മാമിന്റെ എല്ലാ വശങ്ങളിലൂടെ ഒന്നുമില്ല, വളരെ ചെറിയ വശങ്ങളിലൂടെ ഒക്കെ സെയിം ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴൊന്നുമില്ല, എന്താ പറയാ, ചില സാഹചര്യങ്ങളിൽ മാത്രം ഞാൻ അങ്ങനെ ഓവർ ആങ്സൈറ്റി ആവും. പരിധിയിൽ കൂടുതൽ ചില സമയങ്ങളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഉണ്ടാവും. പക്ഷെ അത് കുറഞ്ഞ സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും ഞാൻ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. നോക്കാം. തീർച്ചയായിട്ടും. I am also really excited. We are also really excited. I'm really happy for you. Wishing you all the very best. Take the decision. അപ്പം നമ്മുടെ അടുത്ത പ്രോഗ്രാംസ് വരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അടുത്ത ബാച്ച് വരുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാം. ഇല്ല, നെക്സ്റ്റ് മാർച്ച് 24 എങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അതെ 24th-നാണ്. 27th-നാണ് സാർ. 27th അല്ലേ? ചെറിയ പ്രോഗ്രാം വരുന്നത്. ചെറിയ പ്രോഗ്രാം വരുന്നുണ്ട്. ഒന്നും ഐഡിയ ഇല്ല എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അസ്മ ഒന്ന് പറഞ്ഞു തരട്ടെ. എങ്ങനെയാ വരേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്. കമർഷാൻ മാം, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹാപ്പൻ. പറ്റുമെങ്കിൽ എന്താ വെച്ചാല് നിങ്ങൾക്ക് വിത്തൗട്ട് മീ കൂടാൻ പറ്റുമെങ്കിൽ മെന്റേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുക, കൂടുക. ഞാനിവിടെ അവൈലബിൾ ആണെങ്കിൽ ഞാനും ഉണ്ടാവും. ഓക്കെ, ഓൾറൈറ്റ്. കൂടാൻ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഓരോരുത്തരും നല്ല ഹീറോസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. ഇപ്പൊ ഓരോരുത്തരും നിങ്ങൾ നജിയ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ലീഡേഴ്സ് ആയിട്ട് മുന്നോട്ട് വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, മീറ്റപ്പ് ഒക്കെ നടത്തുക. ഞങ്ങള് ഫസ്റ്റ് ടൈം അല്ലേ സാറിനെ നേരിട്ട് കാണാൻ പോണേ. ഞങ്ങളൊക്കെ സാറില്ലാതെ ശരിയാവില്ല. സാറിനെ ഉള്ളപ്പോ പ്ലാൻ ചെയ്താൽ തീർച്ചയായിട്ടും നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ആവട്ടെ. എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരിവൺ ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. See you. Okay, have a great day.